Good evening, all. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹാർബർ ആണ് എടുത്ത ഹാർബർ കമ്പോണൻസ് ആണ് പറഞ്ഞു നിർത്തിയത്. വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ വോയിസ്? ക്ലിയർ ആണ് മിസ്. ഓക്കെ. അപ്പൊ ഹാർബർ കമ്പോണൻസ് മെയിൻ ആയിട്ട് ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ പിയർ, വാർഫ്, കെ, ഡ്രൈ ഡോക്ക് ആൻഡ് വെറ്റ് ഡോക്ക്. അതിന്റെ ഡെഫിനിഷൻസ് ആണ് നോക്കേണ്ടത് കേട്ടോ. ജെട്ടി, ഇത് ഇത്രയും കാര്യങ്ങളുടെ ഡെഫിനിഷൻസ് ഓർത്തിരിക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബേഴ്സ് ആണ്. അപ്പോൾ ഹാർബർ ബേസ്ഡ് ഓൺ പ്രൊട്ടക്ഷൻ നീഡഡ് ഹാർബർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ, അതുപോലെ ബേസ്ഡ് ഓൺ യൂട്ടിലിറ്റി ഹാർബേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ പ്രൊട്ടക്ഷൻ നീഡഡ് ആണ്. സോ ബേസ്ഡ് ഓൺ ദ പ്രൊട്ടക്ഷൻ നീഡഡ് ഹാർബേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് നാച്ചുറൽ ഹാർബർ, സെമി നാച്ചുറൽ ഹാർബർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഹാർബർ. അങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഹാർബർ, സെമി നാച്ചുറൽ ഹാർബർ ആൻഡ് ആർട്ടിഫിഷ്യൽ ഹാർബർ. സോ നാച്ചുറൽ ഹാർബർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും അവിടെ വരുന്നത്. ഹാർബേഴ്സ് പ്രൊട്ടക്റ്റഡ് ബൈ സ്റ്റോംസ് ആൻഡ് വേവ്സ് ബൈ നാച്ചുറൽ ലാൻഡ് കോണ്ടൂസ്, റോക്കി ഔട്ട്ക്രോപ്സ് ഓർ ഐലൻഡ്സ്, ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ ഹാർബർ. അതിന് എക്സാമ്പിൾസ് ആണ് കാൻഡില പോർട്ട്, കൊച്ചിൻ പോർട്ട് ആൻഡ് മുംബൈ ഹാർബർ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ ഹാർബർ. നെക്സ്റ്റ് വൺ സെമി നാച്ചുറൽ ഹാർബർ ആണ്. അപ്പൊ സെമി നാച്ചുറൽ ഹാർബറിൽ മാൻമെയ്ഡ് പ്രൊട്ടക്ഷനും വരുന്നുണ്ട്, അതുപോലെ നാച്ചുറൽ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സോ മാൻമെയ്ഡ് പ്രൊട്ടക്ഷൻ എൻട്രൻസിലായിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. സോ എ സെമി നാച്ചുറൽ ഹാർബർ ഈസ് പ്രൊട്ടക്റ്റഡ് ഓൺ ദ സൈഡ് ബൈ ദ കോണ്ടൂസ് ഓഫ് ലാൻഡ് ആൻഡ് റിക്വേഴ്സ് മാൻമെയ്ഡ് പ്രൊട്ടക്ഷൻ ഒൺലി ടു ദ എൻട്രൻസ്. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് മാൻവി, വേറാവൽ ആൻഡ് വിശാഖപട്ടണം പോർട്ട്. അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. വിശാഖപട്ടണം പോർട്ട് ഈസ് എ സെമി നാച്ചുറൽ ഹാർബർ. Then third one, artificial harbor. Artificial എന്ന് പറയുമ്പോൾ fully man-made constructions ആയിരിക്കും, man-made protection ആയിരിക്കും അവിടെ വരുന്നത്. So an artificial harbor is one which is man-made and protected from storms and waves by engineering works. An example ആണ് ചെന്നൈ ഹാർബർ. Then next classification is based on utility ആണ്. So based on utility, harbors are classified as commercial harbor, refugee harbor, military harbor, fishing harbor. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ കൊമേഴ്ഷ്യൽ ഹാർബർ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ലോഡിങ്, കാർഗോയുടെ ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹാർബറിനാണ് കൊമേഴ്ഷ്യൽ ഹാർബർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഹാർബർ ഇൻ വിച്ച് ഡോക്സ് ആർ പ്രൊവൈഡഡ് വിത്ത് നെസസറി ഫെസിലിറ്റീസ് ഫോർ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോ. എക്സാമ്പിൾ ചെന്നൈ ഹാർബർ. Then refugee harbor എന്ന് പറഞ്ഞാൽ these are used as a haven for ships in a storm or it may be part of a commercial harbor. അപ്പോൾ ഈ സ്റ്റോം ഒക്കെ വരുമ്പോൾ ആ സമയത്ത് ഒരു ഷെൽട്ടർ പോലെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റെഫ്യൂജി ഹാർബർ എന്ന് പറയുന്നത്. അപ്പോൾ ചെന്നൈ ഹാർബറും വിശാഖപട്ടണം ഹാർബറും അതിന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഇസ് മിലിറ്ററി ഹാർബർ. അത് മിലിറ്ററി പർപ്പസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് മിലിറ്ററി ഹാർബർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ മുംബൈ ഹാർബർ ആൻഡ് കൊച്ചിൻ ഹാർബർ. ദെൻ ഫിഷിംഗ് ഹാർബർ എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ഷിപ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഫിഷിംഗ് ഷിപ്സിന്റെ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹാർബറിനാണ് ഫിഷിംഗ് ഹാർബർ എന്ന് പറയുന്നത്. സോ ദീസ് ഹാർബേഴ്സ് ആർ ഫെസിലിറ്റീസ് ഫോർ ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ ഓഫ് ഫിഷിംഗ് ഷിപ്സ്. Then based on location, harbors are classified as ocean harbor. അത് ഓഷ്യന്റെ ഓഷ്യൻ കോസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, തീരത്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓഷ്യൻ ഹാർബർ എന്ന് പറയും. റിവർ എസ്റ്ററിയിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ റിവർ ഹാർബർ എന്ന് പറയും. ആൻഡ് ഓൾസോ ദർ ഈസ് കനാൽ ഹാർബർ ആൻഡ് ലേക്ക് ഹാർബർ. അപ്പോൾ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഈസ് ക്ലാസിഫൈഡ് ആസ് ഓഷ്യൻ ഹാർബർ, റിവർ ഹാർബർ, കനാൽ ഹാർബർ ആൻഡ് ലേക്ക് ഹാർബർ. അപ്പോൾ മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ protection, then second one classification based on utility, and the third one classification based on location. അപ്പോൾ എക്സാമ്പിൾസും ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് പോർട്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ പോർട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
ഹാർബറിൽ മറൈൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അതുപോലെ സ്റ്റേയിങ് ഫെസിലിറ്റീസ്, അങ്ങനെ മറൈൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഹാർബറും എന്തായിരുന്നു പറഞ്ഞത്, എല്ലാ പോർട്ടും എന്ന് പറയുന്നത് ഹാർബർ ആയിരിക്കും, പക്ഷെ എല്ലാ ഹാർബറും പോർട്ട് ആയിരിക്കില്ല. അവിടെ മറൈൻ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പോർട്ട് എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ പോർട്ടിന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ദർ ഈസ് ഓഷ്യൻ പോർട്ട്, റിവർ പോർട്ട്, എൻട്രി പോർട്ട് ആൻഡ് ഫ്രീ പോർട്ട്. സോ ഓഷ്യൻ പോർട്ട് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ പോർട്ട് ഇന്റൻഡഡ് ഫോർ ലാർജ് ഓഷ്യൻ ഗോയിങ് ഷിപ്സ്. ദെൻ റിവർ പോർട്ട്സ് എന്ന് പറഞ്ഞാൽ റിവറിന്റെ സൈഡിൽ, റിവറിന്റെ ബാക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് റിവർ പോർട്ട് എന്ന് പറയുന്നത്. ദെൻ എൻട്രി പോർട്ട് is a location where foreign citizen and goods are cleared through custom house. So it is a location where foreign citizen and goods are cleared through custom house. Then next one, free port. So free port is an isolated and enclosed area within which goods may be landed, stored, mixed, repacked, manufactured and reshipped without payment of duties. That is called free port. ഇതിന്റെ എല്ലാം ഡെഫിനിഷൻസ് ഓർത്തിരിക്കുക കേട്ടോ. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് സൈസ് ഓഫ് ഹാർബർ ആണ്. അപ്പോൾ ഹാർബറിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ അക്കോമഡേഷൻ റിക്വയർഡ്, ദെൻ കൺവീനിയൻസ് ഫോർ മാനുവറിംഗ് ആൻഡ് navigation, maneuvering the ship and navigation, and also the adaptability to natural features. ഈ മൂന്ന് കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ദെൻ എത്ര നമ്പർ ഓഫ് ഷിപ്സും അതുപോലെ ഏത് സൈസിലുള്ള ഷിപ്സും ആണ് അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടും വരും. അപ്പം ബിഗ്ഗസ്റ്റ് മോഡേൺ ഷിപ്സ് ആണെങ്കിൽ 275 to 300 മീറ്റർ ലോങ്ങിലും 30 മീറ്റർ വൈഡിലുമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സഫിഷ്യന്റ് മാനോവറിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യണം, അതായത് വിത്തൗട്ട് കൊളീഷൻ ഒന്നും ഉണ്ടാവാതെ സൂട്ടബിൾ ആയിട്ട് അതിനെ മാനോവർ ചെയ്യാനായിട്ടുള്ള ഏരിയ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ മെയിൻ ആയിട്ട് ഹാർബറിന്റെ സൈസ് എന്ന് പറയുന്നത് അക്കോമഡേഷനെ, ദെൻ കൺവീനിയൻസ് ഫോർ മാനോവറിംഗ് ആൻഡ് നാവിഗേഷൻ, ദെൻ ഓൾസോ ദ അഡാപ്റ്റബിലിറ്റി ടു നാച്ചുറൽ ഫീച്ചേഴ്സ്. ഈ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് വൺ വിഡ്ത്ത് ഓഫ് ഹാർബർ ആണ് പറയുന്നത്. width of harbor പറയുമ്പോൾ സ്മോൾ ഹാർബേഴ്സ് ആണെങ്കിൽ 90 മീറ്റർ, ദെൻ മീഡിയം ഹാർബർ ആണെങ്കിൽ 120 to 150 മീറ്റർ, ആൻഡ് ലാർജ് ഹാർബേഴ്സ് ആണെങ്കിൽ 150 to 250 മീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് L equal to 4B plus 2, അതാണ് ഇക്വേഷൻ വരുന്നത്. L equal to the width of entrance channel for single lane traffic എന്ന് പറയുമ്പോൾ L is equal to 4B plus 2. ഹിയർ ഈ 4B വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ there is മാനോവറിംഗ് ലെയിൻ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു 2B വിഡ്ത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഇതിന്റെ ഏറ്റവും മിഡിലായിട്ട് വരുന്നത് മാനോവറിംഗ് ലെയിൻ വിഡ്ത്ത് എന്ന് പറഞ്ഞ് 2B വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷിപ്പിന് വേണ്ടിയിട്ടുള്ള സൈഡ് ക്ലിയറൻസ് B, രണ്ട് സൈഡിലും ഒരു വിഡ്ത്ത് B ഷിപ്പ് ക്ലിയറൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ബാങ്ക് ക്ലിയറൻസും ഉണ്ട്. ഓക്കെ, രണ്ട് സൈഡിലും ബാങ്ക് ക്ലിയറൻസും ഉണ്ട്. അപ്പൊ ഇത് ഇത്രയും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വിഡ്ത്ത് പറയുന്നത്. അപ്പൊ ഈ 2B plus B plus B എന്ന് പറയുന്നതാണ് 4B എന്ന് വരുന്നത്. then plus 2 into bank clearance. അപ്പോൾ എത്രയാണ് ബാങ്ക് ക്ലിയറൻസ്? 30 മീറ്റർ ആണെങ്കിൽ 2 into 30 meters ആ ബാങ്ക് ക്ലിയറൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് വിഡ്ത്ത് ഓഫ് എൻട്രൻസ് ചാനൽ പറയുന്നത്. ഈ നെക്സ്റ്റ് വൺ ടേണിംഗ് ബേസിന്റെ റേഡിയസ് ആണ് പറയുന്നത്. അപ്പോൾ the radius of turning basin should be equal to 2 times the length of the largest ship calling at the harbor. അപ്പോൾ ഹാർബറിൽ വരുന്ന ഏറ്റവും ലാർജസ്റ്റ് ഷിപ്പിന്റെ 2 times ആയിരിക്കും റേഡിയസ് എന്നാണ് പറയുന്നത്. റേഡിയസ് ഓഫ് ടേണിംഗ് ബേസിൻ, ആ ഒരു ഇത് ഓർത്തിരിക്കാം. റേഡിയസ് ഓഫ് ടേണിംഗ് ബേസിൻ വിൽ ബി ഈക്വൽ ടു 2 times the length of the largest ship calling at the harbor, where R is the radius of turning basin and L is the length of the largest ship. The next wave height calculate ചെയ്യാനുള്ള equation ആണ്. So H is equal to the equation will be H is equal to capital H into
square root of b by L minus 0.27 square root d into 1 plus square root of b by L. ഈ ഒരു ഇക്വേഷൻ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഞാൻ വെറുതെ കൊടുത്തതേ ഉള്ളൂ. നിങ്ങളതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ. ഇവിടെ എച്ച് എന്ന് പറയുന്നത് വേവ് ഹൈറ്റ് ഓഫ് റെഡ്യൂസ്ഡ് വേവ്സ് ആണ്. ഇപ്പൊ ഹാർബറിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ വരുന്ന ആ പോയിന്റിന്റെ അവിടുത്തെ ഹൈറ്റ് ഓഫ് റെഡ്യൂസ്ഡ് വേവ്സ് ആണ് സ്മോൾ ലെറ്റർ എച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് വേവ് അറ്റ് എൻട്രൻസ് ഇൻ മീറ്റേഴ്സ് ആണ്. ദെൻ ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് എൻട്രൻസ് ഇൻ മീറ്റേഴ്സ് ആണ്. ദെൻ എൽ എന്ന് പറയുന്ന ബ്രെഡ്ത്ത് ഓഫ് ഹാർബർ അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് പറയുന്നുണ്ടല്ലോ. സോ ബ്രെഡ്ത്ത് ഓഫ് ഹാർബർ അറ്റ് ദാറ്റ് പോയിന്റ് പി ഇൻ മീറ്റേഴ്സ് ആൻഡ് ഡി ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദാറ്റ് പോയിന്റ് ഫ്രം എൻട്രൻസ്. അപ്പോൾ ഇത് ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് 2-3 വട്ടം ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അത് മൈൻഡിൽ ഇരിക്കുമല്ലോ. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്ന് എഴുതാൻ പറ്റും. എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ക്യാപിറ്റൽ എച്ച് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി ബൈ എൽ മൈനസ് 0.27 സ്ക്വയർ റൂട്ട് ഡി ഇൻറ്റു 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി ബൈ എൽ. ഡെപ്ത് ഓഫ് ഹാർബർ ഇതെന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡെപ്ത് ഓഫ് ഹാർബർ important ആണ്. The channel depth is generally determined by the following formula, that is capital D equal to D dash plus H by 3 plus D double dash. അപ്പോൾ D എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഹാർബർ ആണ്. D dash എന്ന് പറയുന്നത് the draft of the largest ship to be accommodated ആണ്. D dash എന്ന് പറയുന്നത് the draft of the largest ship to be accommodated. അപ്പോൾ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിന്റെ, അപ്പൊ ഇതാണ് വാട്ടർ ലൈൻ എങ്കിൽ ആ വാട്ടർ ലൈൻ മുതൽ ഷിപ്പിന്റെ ബോട്ടം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കീൽ ഓഫ് ദ ഷിപ്പ് എന്ന് പറയും. ഏറ്റവും താഴെ പ്രൊവൈഡ് ചെയ്യുന്ന ഷിപ്പിന്റെ ആ ഒരു സ്ട്രക്ചറിനാണ് കീൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷിപ്പിന്റെ ഏറ്റവും ബോട്ടം മോസ്റ്റ് ആ ഒരു പോയിന്റിൽ നിന്ന് വാട്ടർ ലെവൽ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിന് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാം. ആ ഹൈറ്റിനാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡി ഡാഷ് ഈസ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ ലാർജസ്റ്റ് ഷിപ്പ് ടു ബി അക്കോമഡേറ്റഡ് ആൻഡ് എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് സ്റ്റോം വേവ്സ് and D double dash is the allowance for squat. So D dash plus H by 3 plus D double dash is the will be equal to the depth of harbor or channel depth എന്ന് പറയാം. ഈ ഇക്വേഷൻ നോക്കി പഠിച്ചു വെക്കുക കേട്ടോ. സൈസ് ഓഫ് ഹാർബറിൽ മെയിൻ ആയിട്ട് വിഡ്ത്തിന്റെ ഇക്വേഷൻ, ദെൻ അതുപോലെ ടേണിംഗ് ബേസിന്റെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ടൈംസ് ഓഫ് ലെങ്ത് ഓഫ് ലാർജസ്റ്റ് ഷിപ്പ് ആ ഒരു ഇക്വേഷൻ, പിന്നെ ഈ ഒരു ഡെപ്ത് ഓഫ് ഹാർബറിന്റെ ഇക്വേഷൻ നോക്കിയിരിക്കുക. ഇനി ഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സിൽ കുറച്ച് ഡെഫിനിഷൻസ് വരുന്നുണ്ട്, അതും കൂടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ ഈസ് ലോഡ് ലൈൻ. The load line indicates a line showing the water level to which they may be legally be loaded. അപ്പോൾ ഈ ഷിപ്പിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ലൈൻസ് കാണിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ലൈൻസിൽ. അപ്പൊ അതിൽ ഏത് ലെവൽ വരെ നമുക്ക് ഷിപ്പ് ലോഡ് ചെയ്യാം ആ ഒരു പർട്ടിക്കുലർ മാർജിൻ കാണിക്കുന്നതിനാണ് ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ലൈൻ ഷോവിംഗ് ദ വാട്ടർ ലെവൽ ടു വിച്ച് ദേ മേ ബി ലീഗലി ലോഡഡ്. Then displacement load means the weight of the ship and its contents. The weight of ship and its contents when fully loaded with the cargo to the load line is known as displacement load. ഷിപ്പിന്റെ വെയിറ്റും അതുപോലെ ആ ഒരു പർട്ടിക്കുലർ ലോഡ് ലൈൻ വരെയുള്ള കംപ്ലീറ്റ്ലി ഫുള്ളി ലോഡ് ചെയ്തിരിക്കുന്ന കാർഗോ ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വെയിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷിപ്പിന്റെ വെയിറ്റും വരും, അതുപോലെ ഫുൾ കാർഗോയുടെ വെയിറ്റ് കൂടെ വരും. അതാണ് ഡിസ്പ്ലേസ്മെന്റ് ലോഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡിസ്പ്ലേസ്മെന്റ് ലൈറ്റ്. ഡിസ്പ്ലേസ്മെന്റ് ലൈറ്റ് എന്ന് പറയുന്നത് is the weight of ship without cargo, fuel and store. അപ്പോൾ വേറെ ഒന്നുമില്ല അതിൽ, ആ ഷിപ്പിന്റെ വെയിറ്റ്, the weight of ship without cargo, fuel and store is known as displacement light. Then next one, gross registered tonnage ആണ് GRT. So this is the total measured internal capacity of a ship expressed in units of
100 cubic feet or 2.83 m3. അതിനാണ് gross registered tonnage എന്ന് പറയുന്നത്. Then net registered tonnage ആണെങ്കിൽ this is the carrying capacity of a ship expressed in units of 2.83 m3 or 100 cubic feet. Okay. അപ്പോൾ ഫസ്റ്റ് ഗ്രോസ് രജിസ്റ്റേർഡ് ടണ്ണേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മെഷേർഡ് ഇന്റേണൽ കപ്പാസിറ്റി ഓഫ് എ ഷിപ്പ്. ദെൻ നെറ്റ് രജിസ്റ്റേർഡ് ടണ്ണേജ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ ഷിപ്പ് എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് 2.83 m3. ഇനി ഡെഡ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ലോഡും ഡിസ്പ്ലേസ്മെന്റ് ലൈറ്റും തമ്മിലുള്ള ഡിഫറൻസിനാണ് ഡെഡ് വെയിറ്റ് ടണ്ണേജ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ക്യാരേജ് കപ്പാസിറ്റി ഓഫ് ഷിപ്പ് ബൈ വെയിറ്റ്. It is a weight of cargo, fuel, store, passage, crew, etc. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ലോഡിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ലൈറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഡെഡ് വെയിറ്റ് ടണ്ണേജ് എന്ന് പറയുന്നത്. അതും ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻസ് അല്ല ഈ ഒരു ഡെഫിനിഷൻസ് ഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ ഡിസ്പ്ലേസ്മെന്റ് ടണ്ണേജ് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ടണ്ണേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ആക്ച്വൽ വെയിറ്റ് ഓഫ് ഷിപ്പിനാണ് ഡിസ്പ്ലേസ്മെന്റ് ടണ്ണേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് വെൻ എ ഫ്ലോട്ട് ആൻഡ് മേ ബി എയ്തർ ലോഡഡ് ഓർ ലൈറ്റ്. സോ ആക്ച്വൽ വെയിറ്റ് ഓഫ് ഷിപ്പിനാണ് ഡിസ്പ്ലേസ്മെന്റ് ടണ്ണേജ് എന്ന് പറയുന്നത്. ദെൻ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാട്ടർ ലെവൽ മുതൽ ഷിപ്പിന്റെ ബോട്ടം വരെയുള്ള ഒരു ഡെപ്തിനാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ ഡെപ്ത് ഓഫ് കീൽ ഓഫ് ദ ഷിപ്പ് ബിലോ വാട്ടർ ലെവൽ. Then cargo tonnage means it is a commercial expression which forms the basis of freight charge. അപ്പോൾ നമുക്ക് ആ കാർഗോ ഫ്രൈറ്റ് ചാർജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കാർഗോ ടണ്ണേജ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ വോളിയൂം ഓർ വെയിറ്റ്. ദെൻ വൺ മോർ തിങ് ഈസ് ബലാസ്റ്റ്. ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ it is the weight added in the ballast compartment of a ship to increase its draft after it has discharged its cargo and to improve its stability. അപ്പോൾ ഈ ഏറ്റവും ബോട്ടത്തിൽ ഫില്ല് ചെയ്യുന്ന വെയിറ്റ് കൊടുക്കുന്നതാണ് ബലാസ്റ്റ് കമ്പാർട്ട്മെന്റിന്റെ വെയിറ്റിനാണ്. ഏറ്റവും ബോട്ടത്തിലായിട്ട് കാർഗോയൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ ബലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന വെയിറ്റ് ആണ്. അതാണ് ബലാസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വെയിറ്റ് ആഡഡ് ഇൻ ദ ബലാസ്റ്റ് കമ്പാർട്ട്മെന്റ് ഓഫ് എ ഷിപ്പ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഡ്രാഫ്റ്റ്. അപ്പോൾ വെള്ളത്തിൽ താഴ്ന്ന് കിടക്കാനായിട്ട് ഒരു സ്റ്റെബിലിറ്റിയോടെ ഷിപ്പിന് നിൽക്കാനായിട്ട് കാർഗോയൊക്കെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു വെയിറ്റിനാണ് ബലാസ്റ്റ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ സം നാച്ചുറൽ ഫിനോമിന ദാറ്റ് ആർ വിൻഡ്, വേവ്സ്, ടൈഡ്സ് ആൻഡ് കറന്റ്സ്. So first one is wind. Wind is wind definition is a horizontal movement of air due to differences in air pressure which are caused by differential heating and cooling. So it means air in motion. Adananu wind ennu parayunnathu. So wind inde characteristics parayanengil direction of wind usually specified by compass. Then athra important alla frequency of wind as a percentage of time in year it will blow from a particular നെക്സ്റ്റ് വൺ വേവ്സ്. വേവ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ്. അപ്പോൾ വേവ്സ് എന്ന് പറയുമ്പോൾ വേവ്സ് ആർ പീരിയോഡിക് അൻഡുലേഷൻ ഓഫ് ദ സീ സർഫസ്. സോ വാട്ടർ വേവ്സ് ആർ ജനറേറ്റഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം എയർ മൂവിംഗ് ഓവർ ദ വാട്ടർ. അപ്പോൾ ഡെഫിനിഷൻസ് വായിച്ച് നോക്കി മനസ്സിലാവുന്നേ ഉള്ളൂ. ദെൻ കോസസ് ഓഫ് സീ വേവ്സ് എന്ന് പറഞ്ഞാൽ വിൻഡ്, റെവല്യൂഷൻ ഓഫ് ദ എർത്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ മൂൺ ആൻഡ് സൺ, എർത്ത് ക്വേക്ക്, ലാൻഡ് സ്ലൈഡ് ആൻഡ് സീ ഷോർ. Then different types of sea waves are deep sea waves, shallow sea waves, oscillatory waves, translatory waves. Just list out idunne ullu. Capillary waves, surfs, surges, then tsunami. ഇതിൽ ഫെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെച്ചിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. വേവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ V is equal to L by T, where L is the length and T is the wave period. And second one, fetch. Fetch എന്താണ് definition and equation ഓർത്തിരിക്കുക. So fetch means the straight line stretch of open water available for wave growth without the interruption of land is called fetch. So it is the straight line stretch of open water available for wave growth
without the interruption of land is called fetch, and the equation is h is equal to 0.34 square root of a. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. എച്ച് വെച്ചിട്ട് വേവ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണത്. എച്ച് ഈസ് ഇക്വൽ ടു വേവ്, എച്ച് മീൻസ് എച്ച് ഇസ് ദ വേവ് ഹൈറ്റ് ഇൻ മീറ്റർ ആൻഡ് എഫ് ഇസ് ദ ഫെച്ച് ഇൻ കിലോമീറ്റർ. അപ്പോൾ അതൊരു ഡിസ്റ്റൻസ് ആണ്. ഫെച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ആ വേവ് ജനറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ്, വാട്ടറിൽ വരുന്ന ആ ഒരു ഡിസ്റ്റൻസിനാണ് ഫെച്ച് എന്ന് പറയുന്നത്. സോ 0.34 സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ചെയ്താൽ നമുക്ക് ഹൈറ്റ് ഓഫ് വേവ് കാൽക്കുലേറ്റ് ചെയ്യാം. It is a straight line stretch of open water available for wave growth without the interruption of land is called fetch. So your expression ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ടൈഡ്സ്. അപ്പോൾ വേവ്സിന്റെ ആ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ട് ആ ഫെച്ചിന്റെ ഡെഫിനിഷനും അതുപോലെ ഫെച്ചിന്റെ ഇക്വേഷൻ, ഫെച്ചിന്റെ ഹൈറ്റ് ഓഫ് വേവിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഫെച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ എക്സ്പ്രഷനും ഓർത്തിരിക്കാം. ദെൻ ടൈഡ്സ് എന്ന് പറയുമ്പോൾ it is due to the gravitational force of sun and moon there is a rise and fall in ocean water is called tides. So the rise in water level is called high tide and fall in water level is called low tide. നമുക്ക് വായിച്ച മനസ്സിലാവുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഇനി രണ്ട് ടൈപ്പ് ആണുള്ളത്, സ്പ്രിംഗ് ടൈഡ് ആൻഡ് നീപ്പ് ടൈഡ് എന്ന് പറയും. സോ എന്താണ് സ്പ്രിംഗ് ടൈഡ് ആൻഡ് നീപ്പ് ടൈഡ്, അത് നോക്കിയിരിക്കാം. സോ സ്പ്രിംഗ് ടൈഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഹയസ്റ്റ് ടൈഡ്സ് വിച്ച് ഒക്കർ വെൻ സൺ മൂൺ ആൻഡ് എർത്ത് ഫാൾ ഇൻ ലൈൻ. അപ്പൊ ആ ഒരു ഡെഫിനേഷൻ ഓർത്തിരിക്കാം കേട്ടോ. നീപ്പ് ടൈഡും സ്പ്രിംഗ് ടൈഡും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കാം. സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ ഹയസ്റ്റ് ടൈഡ് വിച്ച് ഒക്കർ വെൻ സൺ മൂൺ ആൻഡ് എർത്ത് ഫാൾ ഇൻ ലൈൻ. ഇതിനാണ് സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. ഇനി നീപ്പ് ടൈഡ് എന്ന് പറഞ്ഞാലും lowest tides ആണ്. These are the lowest tides which occur when line connecting the earth with the sun and the moon form a right angle. അപ്പോൾ എർത്ത് കണക്ട് ചെയ്യുന്ന എർത്ത് സണ്ണും മൂണുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ലൈൻ കണക്ട് ചെയ്യുന്ന ലൈൻ റൈറ്റ് ആംഗിൾ ആയിട്ട് വരുമ്പോഴാണ് നീപ്പ് ടൈഡ് വരുന്നത്. സോ ദീസ് ആർ ദ ലോവസ്റ്റ് ടൈഡ് വിച്ച് ഒക്കർ വെൻ ലൈൻ കണക്ടിങ് എർത്ത് വിത്ത് ദ സൺ ആൻഡ് മൂൺ ഫോം റൈറ്റ് ആംഗിൾ. അപ്പൊ നീപ്പ് ടൈഡും സ്പ്രിംഗ് ടൈഡും എന്താണെന്നുള്ള ഡെഫിനേഷൻ ഓർത്തിരിക്കുക. അതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കാം മെയിൻ ആയിട്ട്. ഇനി ടൈപ്സ് ഓഫ് ടൈഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് വൺ സെമി ഡയൂറിനൽ ടൈഡ് ആണ്. സോ സെമി ഡയൂറിനൽ ടൈഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ടൈഡ്സ് വിച്ച് ഒക്കേഴ്സ് twice each lunar day. Okay, twice each lunar day. These are the tides which occur twice each lunar day. അപ്പോൾ lunar day എന്താണെന്നുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. Lunar day means time taken by moon to make a complete revolution around the earth. That is called lunar day. അപ്പോൾ semi diurnal tides എന്ന് പറയുമ്പോൾ these are the tides which occurs twice each lunar day. Then diurnal tide എന്ന് പറയുമ്പോൾ these are the high tides occur only one time in a day. അതിനാണ് diurnal tide എന്ന് പറയുന്നത്. Only one time in a day. These are high tides which occur only one time in a day. Lunar day രണ്ട് ടൈംസ് ഉണ്ടാവുന്നതാണ് സെമി ഡയൂറിനൽ ടൈഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ മിക്സഡ് ടൈഡ് ആണ്. So mixed tide means if one of the two daily high tides does not reach the height of the previous tide, it is called a mixed tide. Okay, if one of the two daily high tides does not reach the height of the previous tide, it is called a mixed tide. Then tidal bore means these are high crested waves caused by the rush of flood tide up a river. These are high crested waves caused by the rush of flood tide up a river. അതിനാണ് ടൈഡൽ ബോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഒരു ഡെയിലി റെഗുലർ ഒക്കറൻസ് ആണ്. ഇൻ ബേ ഓഫ് ഫണ്ടി എന്ന് പറഞ്ഞാൽ കാനഡയിലുള്ള ഒരു ബേ ആണ്. സോ അവിടെ എപ്പോഴും കാണുന്ന ഒരു ഒരു ഒക്കറൻസ് ആണ് ഈ ടൈഡൽ ബോർ എന്ന് പറയുന്നത്. ദീസ് ആർ ഹൈ ക്രസ്റ്റഡ് വേവ്സ് കോസ്ഡ് ബൈ ദ റഷ് ഓഫ് ഫ്ലഡ് ടൈഡ് അപ്പ് എ റിവർ. ഫ്ലഡ് ടൈഡ് അപ്പ് എ റിവർ. നെക്സ്റ്റ് വൺ കറന്റ് ആണ്. കറന്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ ഇസ് കോൾഡ് കറന്റ്. ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ. അപ്പോൾ കറന്റിന് മെയിൻ കോസസ് എന്ന് പറഞ്ഞാൽ ടൈഡ്സ്, ദെൻ wind blowing over ocean, difference in temperature, turbidity of water, wave breaking at an angle of beach.
ഇതൊക്കെയാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ ഈസ് കോൾഡ് കറന്റ്. Then what are the effects of current? Effects of current എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് scoring and erosion, then deposition, silting, increase in corrosion rate, delay in construction operation, significant forces on marine structure, then loads on moored vessels. കറണ്ടിന്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, ലിറ്റോറൽ ഡ്രിഫ്റ്റ്. എപ്പോഴും PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ് ലിറ്റോറൽ ഡ്രിഫ്റ്റ് എന്താണെന്നുള്ളത്. മൂവ്മെന്റ് ഓഫ് എൻട്രെയിൻഡ് സാൻഡ് ഗ്രെയിൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോങ് ഷോർ കറന്റിന് പറയുന്നതാണ് ലിറ്റോറൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. മൂവ്മെന്റ് ഓഫ് എൻട്രെയിൻഡ് സാൻഡ് ഗ്രെയിൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ്, തീരത്തേക്ക് അടിഞ്ഞു കൂടുന്നതിന്. മൂവ്മെന്റ് ഓഫ് എൻട്രെയിൻഡ് സാൻഡ് ഗ്രെയിൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോങ് ഷോർ കറന്റ് ഈസ് കോൾഡ് ലിറ്റോറൽ ഡ്രിഫ്റ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഡെഫിനിഷൻ ഓർത്തിരിക്കുക. The movement of entrained sand grains in the direction of longshore current. അപ്പൊ മെയിനായിട്ട് ഇതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഹാർബറിൽ വരുമ്പോൾ. ഇനി നെക്സ്റ്റ് ബ്രേക്ക് വാട്ടർ ആണ്. ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ ഹാർബറിൽ ആ വാട്ടർ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു പുറത്തുനിന്നുള്ള വേവ്സിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. കടൽഭിത്തി എന്നൊക്കെ പറയും ബ്രേക്ക് വാട്ടർ എന്ന്. മലയാളം മീനിങ് പറയുകയാണെങ്കിൽ നമുക്ക് കടൽഭിത്തി എന്ന് പറയാം. അപ്പോൾ so it is a structure protecting a shore area, harbor, anchorage or basin from the wave disturbance. Breakwater definition എന്ന് പറഞ്ഞാൽ a structure protecting a shore area, harbor, anchorage or basin from wave disturbance. Also a barrier that breaks the forces of waves as before a harbor. ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, ഹാർബറിന് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ ആണ് ഫസ്റ്റ് വൺ. ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ. സെക്കൻഡ് വൺ മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഓർ കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടർ. മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഓർ കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടർ. ദെൻ അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ. ദെൻ സ്പെഷ്യൽ ബ്രേക്ക് വാട്ടേഴ്സ്. ഇത്രയും 4 ടൈപ്പാണ് വരുന്നത്. ഇപ്പൊ ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് റാൻഡം റബിൾസ് ആയിരിക്കും കൊണ്ടുവന്ന് ഇങ്ങനെ നമ്മൾ കൂട്ടിയിടുന്നതാണ് ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ. റബിൾ കരിങ്കല്ല് കൊണ്ടുവന്നിടുന്നതാണ് ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. അത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. റബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ, അതാണ് കരിങ്കല്ല് കൊണ്ടുള്ള ആ ഒരു കടൽ ഭിത്തി, റബിൾ മൗണ്ട് ബ്രേക്ക് വാട്ടർ. ദെൻ കോൺക്രീറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാറുണ്ട്, കോൺക്രീറ്റ് ബ്ലോക്ക് മൗണ്ട് ബ്രേക്ക് വാട്ടർ. Then rubble mount breakwater supplemented by concrete blocks, and also rubble mounted breakwater supplemented by patented blocks. So patented blocks എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആദ്യം ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ ട്രൈ ബാർസ് എന്ന് പറയും, അല്ലെങ്കിൽ ബുൾ. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഇതാണ് patented സ്റ്റോൺസ് എന്ന് പറയുന്നത്. ദിസ് വൺ patented സ്റ്റോൺസ്. അപ്പൊ റബിളിന്റെ ഒപ്പം തന്നെ ഇങ്ങനത്തെ സ്റ്റോൺസും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് റബിൾ ആണ് മെയിൻ ആയിട്ട് ഹീപ്പ് ഓർ മൗണ്ട് ബ്രേക്ക് വാട്ടറിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സൂപ്പർ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൗണ്ട് വിത്ത് സൂപ്പർ സ്ട്രക്ചർ ഓർ കോമ്പോസിറ്റ് ബ്രേക്ക് വാട്ടർ. ദെൻ തേർഡ് വൺ ഓൾസോ അപ്രൈറ്റ് വാളിന്റെ രീതിയിൽ കോൺക്രീറ്റ് സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്രൈറ്റ് വാൾ ബ്രേക്ക് വാട്ടർ. ദെൻ ദെർ ആർ സം സ്പെഷ്യൽ ബ്രേക്ക് വാട്ടേഴ്സ്. എന്താണ് ബ്രേക്ക് വാട്ടർ എന്നുള്ളത് മെയിൻ ആയിട്ട് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക, അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹാർബർ. ഹാർബർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ കുറെ ഡെഫിനിഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് PSCക്ക് എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ഒരു ഹൈവേ എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കുമ്പോൾ ഹാർബറിൽ നിന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ കൂടുതലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡെഫിനിഷൻസ്, അത് ആ ഡെഫിനിഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. അപ്പൊ ആ ഡെഫിനിഷൻസ് എന്തായാലും ബൈഹാർട്ട് ചെയ്ത് വെക്കുക. കമ്പോണൻസ് ഇമ്പോർട്ടന്റ് ആണ്. വാർഫ്, കേ, പിയർ അങ്ങനെയുള്ള ഓരോന്നിന്റെ ഡിഫറൻസസ് പഠിച്ചു വെക്കുക. പിന്നെ ടൈഡ്സ്, കറന്റ്, ലിറ്റോറൽ ഡ്രിഫ്റ്റ് എന്താണെന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പറയാൻ പോകുന്ന ഡെഫിനിഷൻസ് മെയിൻ ആയിട്ട് അതും കൂടെ പഠിച്ചു വെക്കുക. അങ്ങനെ ഡെഫിനിഷൻസ് ആണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. സോ നെക്സ്റ്റ് വൺ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഫെസിലിറ്റീസ് ആണ്. അപ്പൊ അതിനു വേണ്ടി ഫിക്സഡ് യൂണിറ്റ്സും ഉണ്ട്, മൂവബിൾ യൂണിറ്റ്സും ഉണ്ട്. ഫിക്സഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി പ്ലാറ്റ്ഫോംസ് നോൺ ആസ് കേ, വാർഫ്, പിയർ ആൻഡ് ജെട്ടി. വാർഫ്സ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, പിയർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ രണ്ട് സൈഡിലും എന്താണ് നമുക്ക്
ബർത്ത് ഷിപ്പ് ബർത്ത് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. ദെൻ ജെട്ടീസ് എന്ന് പറഞ്ഞാലും സെയിം പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതാണ്, എൻട്രൻസിന്റെ അവിടെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ജെട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹാർബറിന്റെ ഉള്ളിൽ. ഇനി മൂവബിൾ യൂണിറ്റ്സ് ആണെങ്കിൽ ക്രെയിൻസ് ആണ് വരുന്നത്. വേരിയസ് കപ്പാസിറ്റി ക്രെയിൻസ് ഓഫ് വേരിയസ് കപ്പാസിറ്റീസ് ഓൺ റെയിൽസ്, എസ്കലേറ്റേഴ്സ്, കൺവെയൻസ് എക്സെട്ര കംസ് അണ്ടർ മൂവബിൾ യൂണിറ്റ്സ്. ഇനി ഡോൾഫിൻസ്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. കൺസ്ട്രക്ഷൻ ഇൻ ദ ഫോം ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് പൈൽ ഈസ് നോൺ ആസ് ഡോൾഫിൻ. ഇങ്ങനെ ചോദിക്കാം, കൺസ്ട്രക്ഷൻ ഇൻ ദ ഫോം ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് പൈൽ ഈസ് നോൺ ആസ്, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആ ഡെഫിനിഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ഡോൾഫിന് പറയുന്നതാണ്. ഇതാണ് കണ്ടോ, ഒരു കുറേ പൈൽസ്, അതിന്റെ മുകളിൽ ഒരു സ്ട്രക്ചർ വന്നിട്ട്, അപ്പൊ അതിനാണ് ഡോൾഫിൻ എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഇൻ ദ ഫോം ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് പൈൽ ഈസ് നോൺ ആസ് ഡോൾഫിൻ. അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൂറിംഗ് വെസൽസ് ആണ്, ആങ്കറേജിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബോട്ടെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിടാൻ വേണ്ടിയിട്ട്, ആങ്കറേജിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ യൂസ്ഡ് ഫോർ ടൈയിങ് അപ്പ് ദ ഷിപ്സ് ആൻഡ് ട്രാൻസ്ഫറിങ് കാർഗോ ഫ്രം വൺ ഷിപ്പ് ടു അനദർ. അതിന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ടൈയിങ് അപ്പ് ദ ഷിപ്സ് ആൻഡ് ട്രാൻസ്ഫറിങ് കാർഗോ ഫ്രം വൺ ഷിപ്പ് ടു അനദർ. അപ്പോൾ ഡോൾഫിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺസ്ട്രക്ഷൻ ഇൻ ദ ഫോം ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് പൈൽസ്. അതുപോലെ തന്നെ നമുക്ക് ഈ മൂറിങ്ങിന് വേണ്ടിയിട്ട് ജെട്ടീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് പെർപെൻഡിക്കുലറിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസസും ഓർത്തിരിക്കും. ഡെഫിനിഷൻസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക എങ്ങനെയാണെന്നുള്ളത്. So dolphin means it is a construction in the form of a cluster of closely spaced pile is known as dolphin. മെയിൻ ആയിട്ട് ഓർത്ത് ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ ഓരോന്നും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. എന്നാലാണ് നമുക്കത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ, ഓരോന്നും ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ ചോയ്സ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോൾഫിനിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ ബ്രസ്റ്റിംഗ് ഡോൾഫിൻ. So they have mooring posts, take the lines of ship, they move ship along the dock or hold it against current. Then it is provided with fenders. Fenders എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് സ്ട്രക്ചറിൽ വന്ന് തട്ടി ഷിപ്പിന് കേടൊന്നും സംഭവിക്കാതിരിക്കും, ഡാമേജ് ഒന്നും സംഭവിക്കാതിരിക്കാൻ ഒരു കുഷൻ ഫോമിൽ ഈ ഡോൾഫിൻ അങ്ങനെയുള്ള ഈ കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ ഒക്കെ നമ്മൾ സൈഡിൽ, അതിപ്പോൾ ഡോക്കിന്റെ ഒക്കെ ആണെങ്കിലും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഭിത്തിയുടെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കുഷൻ പോലുള്ള ഒരു ഇതിനാണ് ഫെൻഡേഴ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് പ്രൊട്ടക്ഷൻ ആണ്, ഷിപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് ഈ ഫെൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്രസ്റ്റിംഗ് ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് മൂറിംഗ് പോസ്റ്റ് ടു ടേക്ക് ദ ലൈൻസ് ഓഫ് ഷിപ്പ്. ദെൻ മൂറിംഗ് ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ ഹോൾഡ് എ ഷിപ്പ് അവേ ഫ്രം ഡോക്ക് അഗേൻസ്റ്റ് ബ്രോഡ് സൈഡ് വിൻഡ്. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റോറിംഗ് ഫെസിലിറ്റീസ് ആണ്. സ്റ്റോറിംഗ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ട്രാൻസിറ്റ് ഷെഡും വെയർ ഹൗസസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിറ്റ് ഷെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ ആണ് ട്രാൻസിറ്റ് ഷെഡ് എന്ന് പറയുന്നത്. ദെൻ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് സ്ട്രക്ചർ ആണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റോറിംഗ് ഫെസിലിറ്റീസിൽ വരുമ്പോൾ ഫസ്റ്റ് വൺ ട്രാൻസിറ്റ് ഷെഡ്. സോ അത് ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് മെയിൻ ഓർത്തിരിക്കേണ്ട കാര്യം. ട്രാൻസിറ്റ് ഷെഡ് എന്ന് പറഞ്ഞാൽ ഫോർ ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ വെയർ ഹൗസ്. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്ട്രക്ചേഴ്സ് ആണ്. രണ്ട് തമ്മിൽ മാറിപ്പോയത്. ട്രാൻസിറ്റ് ഷെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പററി സ്ട്രക്ചർ. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ permanent structure for storing goods for longer periods of definite or indefinite duration, also known as storage godowns. ഇനി നമുക്ക് നാവിഗേഷണൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നാവിഗേഷന് വേണ്ടിയിട്ട് ഹാർബറിലേക്കുള്ള പ്രോപ്പർ നാവിഗേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എയ്ഡ്സിനാണ് നാവിഗേഷണൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. So the main aim എന്ന് പറഞ്ഞാൽ to avoid dangerous zones and to follow proper harbor approaches and to locate port especially during night and bad weather condition. Then main aids എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഷിപ്സ്, ബീക്കൺസ്, ബോയേഴ്സ് എക്സെട്ര ദാറ്റ് ആർ യൂസ്ഡ് ടു എൻഹാൻസ് ദ സേഫ്റ്റി. അപ്പോൾ 4 ടൈപ്പാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഷിപ്പ്, ബീക്കൺസ് പ്രൊവൈഡ് ചെയ്യും, ബോയേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ലൈറ്റ് ഹൗസ് നമുക്കറിയാവുന്ന കാര്യമാണ്, ലോങ് ടവർ ആണ്. A lighthouse is a long tower, building or other type of structure designed to emit light from a system of lamps and lenses and used as an aid to navigate for maritime pilots at sea or inland waterways. Permanent structure ആണ്. A lighthouse is a
ടവർ, ബിൽഡിംഗ് ഓർ അതർ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. കണ്ടിട്ടുണ്ടല്ലോ ലൈറ്റ് ഹൗസ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷിപ്പ് ആണ്. അപ്പൊ ലൈറ്റ് ഷിപ്പ് മെയിൻ ആയിട്ട് മറ്റേത് നമുക്ക് തീരം ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ആ കോസ്റ്റ് പൈലറ്റ്സിന് മെയിൻ ആയിട്ട് നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കടലിന്റെ തീരമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് എന്താ നമ്മൾ ലൈറ്റ് ഹൗസ് യൂസ് ചെയ്യുന്നത്. So main purpose എന്ന് പറഞ്ഞാൽ for maritime pilots at sea or to navigate for maritime pilots at sea or on inland waterways. അതാണ് ലൈറ്റ് ഹൗസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then next one signals എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷിപ്പ്, ലൈറ്റ് ബീക്കൺസ് ആൻഡ് ലൈറ്റ് ബോയ്സ് വരുന്നത് സിഗ്നൽസിലാണ് വരുന്നത്. അത് കറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചാനൽ, ഹാർബറിന്റെ അപ്രോച്ച് ചാനൽ ഡിമാർക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഈ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ഷിപ്സ്, ലൈറ്റ് ബീക്കൺസ് ആൻഡ് ലൈറ്റ് ബോയ്സ് യൂസ് ചെയ്യുന്നത് അപ്രോച്ച് ചാനൽ, ഹാർബറിന്റെ അപ്രോച്ച് ചാനൽ ഡിമാർക്കേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. So light ship എന്ന് പറഞ്ഞാൽ it's a small ship with a lantern carried on an open steel tower, that is called light ship. A small ship with a lantern carried on an open steel tower, that is called light ship. Then next one, beacon. Any prominent object, natural or artificially constructed, easily identifiable and capable of being used as a means to indicate and guide navigation. ഒരു പ്രോമിനന്റ് ഒബ്ജക്റ്റ് നാച്ചുറൽ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിരിക്കാം, ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവിടെ വയ്ക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. അതിനാണ് ബീക്കൺസ് എന്ന് പറയുന്നത്. അതും ഹാർബറിന്റെ അപ്രോച്ച് ചാനൽ ഡിമാർക്കേറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു ഇതാണ് ഫ്ലോട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് സ്മോൾ സൈസ് എംപ്ലോയിഡ് ഫോർ ഡിമാർക്കേഷൻ ലൈക്ക് എൻട്രൻസസ്, അപ്രോച്ച് ചാനൽ, ബൗണ്ടറീസ് എക്സെട്ര. നൈറ്റിലാണെങ്കിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ടാവും, അതിന് ഡേയിലാണെങ്കിൽ നമുക്ക് അതിന്റെ കളർ വെച്ചിട്ട് റെഡ് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു സ്ട്രക്ചറിനാണ് ബോയ്സ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് എൻട്രൻസും അപ്രോച്ച് ചാനലും ബൗണ്ടറീസ് ഒക്കെ ഡിമാർക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് കൂടാതെ ഫോഗ് സിഗ്നൽസ് യൂസ് ചെയ്യും. ഫോഗ് സിഗ്നൽസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊവൈഡഡ് അറ്റ് പ്ലേസസ് ലൈക്ലി ടു ബി അഫക്റ്റഡ് ബൈ ഫോഗ്. ഫോഗ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ 4 ടൈപ്പാണ് കൊടുക്കുന്നത്. സൗണ്ട് ആണ് വരുന്നത് ഫസ്റ്റ്. അപ്പോൾ ഫോഗ് കാരണം നമുക്ക് കാണാൻ പറ്റില്ലാത്ത സിറ്റുവേഷനിൽ സൗണ്ട് ആണ് അപ്പോൾ അവിടെ മെയിൻ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പറയുന്നത് ഓർഡിനറി ബെൽസ് സ്ട്രക്ക് ബൈ ഹാൻഡ്. Then next one, ordinary bells operated by mechanism. Then submarine bells struck by mechanism. Then whistles or siren blown by compressed air or steam. അതാണ് different types of fog signals എന്ന് പറയുന്നത്. Then also there is audible signals. So used in emergency to bring attention to the marines. Explosive signals using electric oscillators, sirens, bells or diaphones, etc. are used as audible signals. അപ്പോൾ മെയിൻ ആയിട്ട് ബോയ്സ് എന്താന്ന് ഓർത്തിരിക്കുക, അതൊരു ഫ്ലോട്ടിംഗ് സ്ട്രക്ചർ ആണ്. ദെൻ ലൈറ്റ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഷിപ്പാണ്, അതിലൊരു സ്മോൾ ടവറിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വരുന്നത് ബീക്കൺസ് ആണ്. ബീക്കൺസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോമിനന്റ് സ്ട്രക്ചർ, നാച്ചുറലി ഇതല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കും ബീക്കൺസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മൂറിങ്സ് എന്താന്ന് നോക്കാം. മൂറിങ്സ് എന്ന് പറഞ്ഞാൽ is provided where anchorage water is limited. അപ്പോൾ ആങ്കറേജ് വാട്ടർ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൂറിങ്സ്. ഷിപ്പിനെ കെട്ടിടാൻ വേണ്ടിയിട്ട് ആ ഒരു ആങ്കറേജിന് വേണ്ടി, പ്രോപ്പർ ആങ്കറേജിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൂറിങ്സ് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ മെയിൻ അക്സസറീസ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ടൈപ്പ് ആയിരിക്കും. ദെൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മൂറിംഗ് പോട്ട് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ടു ദ കോർണേഴ്സ് ഓഫ് പിയർ ഓർ അറ്റ് ദ എൻഡ് ഓഫ് വാർസ്. പിയറിൽ അതല്ലെങ്കിൽ വാർഫിന്റെ എൻഡിലൊക്കെ ആയിട്ടായിരിക്കും ഈ മൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വെയർ ആങ്കറേജ് വാട്ടർ ഇസ് ലിമിറ്റഡ്. അപ്പോൾ ഹാർബറിന്റെ ഉള്ളിലായിരിക്കും മൂറിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ബൊളാഡ്. ബൊളാഡും എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് ഷിപ്പിനെ ആങ്കറേജ് പർപ്പസിന് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നതാണ്. is provided by a single bit or double bit. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ഫിഗറിലാണെങ്കിൽ ഡബിൾ ബിറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
So bollard provided by a single bit or double bit fastened on a concrete block. അതും മെയിൻ ആങ്കറേജ് പർപ്പസിന് വേണ്ടിയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബൊള്ളാഡ്. ഇനി ക്യാപ്സ്റ്റണും ആങ്കറേജ് പർപ്പസിന് വേണ്ടി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദിസ് അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് ആൻ അപ്രൈറ്റ് സിലിണ്ടർ അറൌണ്ട് വിച്ച് കേബിൾസ് ആർ ബൗണ്ടഡ് ബൈ മെഷീനറി ഓർ ബൈ ഹാൻഡ്. ക്യാപ്സ്റ്റണും ബൊള്ളാർഡും മൂറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷിപ്പിന്റെ ആങ്കറേജ് പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. So, capstan എന്ന് പറയുമ്പോൾ it is the apparatus consists of an upright cylinder around figure കാണിച്ചിട്ടുണ്ടല്ലോ around which cables are wound by machinery or by hand. Bollard എന്ന് പറയുമ്പോൾ it is provided by a single bit or double bit fastened on a concrete block. Then mooringsന് വേണ്ടി മുന്നേ കൊടുക്കുന്ന mooring port എന്ന് പറയുമ്പോൾ attached to the corners of pier or at the end of valves. ഇത്രയാണ് moorings. അപ്പോൾ ബൊള്ളാർഡും ക്യാപ്സ്റ്റനും mooring port എന്നൊക്കെ പറഞ്ഞാലും മൂറിങ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന അക്സസറീസ് ആണ്. ദാറ്റ് ഈസ് ആങ്കറേജ്. ഷിപ്പിന്റെ ആങ്കറേജ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആങ്കറേജ് വാട്ടർ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയസിലാണ് മൂറിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡോക്കിന്റെ ഉള്ളിലും ഡോക്കിന്റെ ഉള്ളിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ക്യാപ്സ്റ്റൺ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഫെൻഡേഴ്സ് എന്താണെന്നുള്ളത് അത് ലാസ്റ്റ് PSC എക്സാമിന് PWD AEയുടെ എക്സാമിന് ഫെബ്രുവരിയിലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫെൻഡേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഫെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഷിപ്പിന്റെ ഡാമേജ് ഈ ഡോക്കിന്റെ ഭിത്തിയുടെ സൈഡിലായിട്ടും അതുപോലെ ഷിപ്പൊക്കെ ആങ്കർ ചെയ്യുന്ന ആ സ്ഥലത്ത് ഷിപ്പിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കുഷൻ പോലെയുള്ള സ്ട്രക്ചറാണ് ഫെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റം യൂസ്ഡ് ടു പ്രിവെന്റ് ഡാമേജ് ഓഫ് ഷിപ്സ് ആൻഡ് ബർത്തിങ് സ്ട്രക്ചേഴ്സ് ഇൻ ദ മൂറിംഗ് പ്രോസസ്. ദാറ്റ് ഈസ് കോൾഡ് ഫെൻഡേഴ്സ്. ഇറ്റ് ഈസ് എ സിസ്റ്റം യൂസ്ഡ് ടു പ്രിവെന്റ് ഡാമേജ് ഓഫ് ഷിപ്സ് ആൻഡ് ബർത്തിങ് സ്ട്രക്ചേഴ്സ് ഇൻ ദ മൂറിംഗ് പ്രോസസ്. അപ്പോൾ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഷിപ്പിന്റെ കേസ് അല്ല ഹാർബറിന്റെ കേസിൽ പഠിക്കാനുള്ള കുറെ ഡെഫിനിഷൻസ് ആണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. കമ്പോണൻസ് ഓഫ് ഹാർബർ പഠിക്കുമ്പോൾ എല്ലാം തന്നെ ഒരുപോലെ ഇരിക്കും. പിയർ, വാർഫ്, ഹാർബർ ഇതെല്ലാം ഡോക്കിംഗ് ബർത്തിങ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വാർഫ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടായിരിക്കും, പിയർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അപ്പം അതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. പിന്നെ അതുപോലെ പിന്നെ വരുന്ന ഈ ഫെൻഡേഴ്സ്, ബൊള്ളാർഡ്, ക്യാപ്സ്റ്റൺ അങ്ങനെ പോലെയുള്ള ഡെഫിനിഷൻസ് ഓർത്തിരിക്കുക. പിന്നെ സ്റ്റോറിംഗ് ഫെസിലിറ്റീസിൽ വരുമ്പോൾ വെയർ ഹൗസും ട്രാൻസിറ്റ് ഷെഡും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. പിന്നെ ടൈപ്സിൽ നീപ്പ് ടൈഡും സ്പ്രിംഗ് ടൈഡും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തിരിക്കുക. അതൊക്കെയാണ് കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലിറ്റോറൽ ഡ്രിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഡെഫിനിഷൻസ് ആണ്. അതെല്ലാം ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഇവിടെയാണ് ഹാർബറിൽ മെയിൻ പോർഷൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഡോക്ക് ആണ്. ഡോക്കിന്റെയും ക്ലാസിഫിക്കേഷൻ ആണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാർബറിന്റെ കമ്പോണന്റിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഡ്രൈ ഡോക്ക് ആൻഡ് വെറ്റ് ഡോക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഹാർബറിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഡോക്ക് എന്ന് പറയുന്നത്. So docks are enclosed areas for berthing the ships to keep them afloat at a uniform level to facilitate loading and unloading cargo. രണ്ട് ഡോക്ക് എന്ന് പറയുന്നത് ഹാർബറിന്റെ ഉള്ളിൽ തന്നെ വരുന്ന സ്ട്രക്ചർ ആണ്. രണ്ട് ടൈപ്പ് ഡോക്ക് ആണ് മെയിൻ ആയിട്ടുള്ളത്. അത് ഓർത്തിരിക്കുക, വെറ്റ് ഡോക്ക് ആൻഡ് ഡ്രൈ ഡോക്ക്. വെറ്റ് ഡോക്ക് എന്ന് പറഞ്ഞാൽ ലോഡിംഗ് ആൻഡ് കാർഗോസിന്റെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെറ്റ് ഡോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഷിപ്പിന്റെ മെയിൻ്റനൻസ് ഫെസിലിറ്റീസ്, റിപ്പയറിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഏരിയക്കാണ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. So wet docks required for berthing of ships or vessels to facilitate the loading and unloading of passengers and cargo are called wet docks, also known as harbor dock. Dry dock means the docks used for repairs of the ships are known as dry dock. സർവീസ് മെയിൻ്റനൻസ് ഫെസിലിറ്റീസിന് വേണ്ടി ഷിപ്പിന്റെ മെയിൻ്റനൻസ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. കാർഗോ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, കാർഗോയുടെയും പാസഞ്ചേഴ്സിന്റെ ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന
ആ ഒരു പ്ലാറ്റ്ഫോമാണ് വെറ്റ് ഡോക്ക് എന്ന് പറയുന്നത്. വെറ്റ് ഡോക്കിനെ ഹാർബർ ഡോക്ക് എന്നും കൂടെ പറയും. നെക്സ്റ്റ് ഷേപ്പ് ഓഫ് ഡോക്ക് ആൻഡ് ബേസിൻസ് ആണ്. മെയിൻ ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. ഷേപ്പ് ഓഫ് ഡോക്ക് ഓർ ബേസിൻ എന്ന് പറയുമ്പോൾ ഷുഡ് ബി സ്ട്രെയിറ്റ് ടു ഫെസിലിറ്റേറ്റ് ദ ഷിപ്പ് ടു സ്റ്റാൻഡ് അലോങ് ദം. സ്ട്രെയിറ്റ്, അതാണ് മെയിൻ ഷേപ്പ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. കർവ് ഷേപ്പ് ഒരിക്കലും കൺവീനിയന്റ് അല്ല. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും ഡോക്കിന്റെ വരുന്നത്. അതാണ് അവിടെ പറയുന്നുള്ളൂ. സ്ട്രെയിറ്റ് ഷേപ്പിലായിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെന്റ് പാറ്റേൺ വരുന്നുണ്ട്. റെക്ടാങ്കുലർ ഡോക്ക്, ഡയമണ്ട് ഡോക്ക് ആൻഡ് ഇൻക്ലൈൻഡ് gate type. Rectangular dock എന്ന് പറയുമ്പോൾ the length and breadth should be adjusted in such a way that to give maximum QoS. അതായത് അതിനെ ബെർത്ത് ചെയ്യാനുള്ള മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ മെയിൻ ആയിട്ട് ഡോക്കിന്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ സ്ട്രേറ്റ് ലൈൻ, ആ ഒരു ഷേപ്പാണ് പറയുന്നത്. കർവിനേക്കാളും സ്ട്രേറ്റ് ലൈൻ ഷേപ്പാണ് പറയുന്നത്. അത് തന്നെ ഡിഫറെന്റ് പാറ്റേൺസ് പറയുമ്പോൾ ഒരെണ്ണം റെക്ടാങ്കുലർ ഡോക്ക്, ദെൻ നെക്സ്റ്റ് വൺ ഡയമണ്ട് ഡോക്ക്. Diamond dock എന്ന് പറയുമ്പോൾ it gives same perpendicular distance between long sides, so the long side could be extended conveniently. And അതുപോലെ തന്നെ inclined curve dock ആയിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. Inclined curve dock എന്ന് പറയുമ്പോൾ it consists of a number of projecting curves into the dock or basin. അതിന്റെ ഒരു ഷേപ്പ് വരുവാണെങ്കിലും ഈ ഒരു ഷേപ്പിലായിരിക്കും ഇൻക്ലൈൻഡ് curve docks പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മെയിൻ ആയിട്ട് സ്ട്രേറ്റ് ലൈൻ, ആ ഒരു പാറ്റേൺ കൊടുത്തിരുന്നാൽ മതി. സ്ട്രേറ്റ് ലൈൻ പാറ്റേൺ ആയിരിക്കും ഡോക്കിന്റെ നമ്മൾ ഷേപ്പ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അത് റെക്ടാങ്കുലർ ടൈപ്പിൽ, ഡയമണ്ട് ടൈപ്പിൽ, അതേപോലെ ഇൻക്ലൈൻഡ് curve dock ആ ഒരു ടൈപ്പിൽ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ഡോക്ക് ആണ്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഡോക്സ് ക്യാൻ ബി ലൊക്കേറ്റഡ് ഓൺ ആൻ ഇൻലാൻഡ് പോർട്സ് ഓഫ് റിവേഴ്സ് ഓർ എസ്റ്ററീസ് ഓർ ഓപ്പൺ സീ കോസ്റ്റ്. ഈ ഡോക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ മെയിൻ ആയിട്ട് ഹാർബറിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു സ്ട്രക്ചറിനാണ് ഡോക്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ അതർ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന അതർ ആസ്പെക്ട്സ് ഓഫ് റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ സഫിഷ്യന്റ് ഡെപ്ത് ഉണ്ടായിരിക്കണം. അപ്രോച്ചസ് മസ്റ്റ് ബി സഫിഷ്യന്റ് ഡെപ്ത് ആൻഡ് ഷെൽട്ടേഡ്. ഇൻ മെനി കേസ് അപ്രോച്ച് ചാനൽസ് ബോത്ത് ഓഫ് ദ ഓപ്പൺ കോസ്റ്റ് ആൻഡ് ഐലൻഡ് ഡോക്സ് ഹാവ് ടു ബി ഡ്രഡ്ജ്ഡ് ഫ്രീക്വന്റ്ലി. അപ്പോൾ ആ ഒരു സഫിഷ്യന്റ് ഡെപ്തിൽ വേണം അവിടെ വാട്ടർ, ഒരു സഫിഷ്യന്റ് ഡെപ്ത് വേണം ഷിപ്പിന് ഡോക്ക് ചെയ്ത്, അതായത് ബെർത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് സഫിഷ്യന്റ് ഡെപ്ത് വേണം. അതുപോലെ ഫ്രഷ് വാട്ടർ ടു റീപ്ലേസ് സോൾട്ട് ആൻഡ് ലീക്ക്ഡ് വാട്ടർ ഫ്രം ഡോക്സ്. അതുപോലെ സർവീസ് ഫെസിലിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ഒരു അവൈലബിൾ ആയിരിക്കണം ഡോക്ക് ഏരിയയിൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത്ര നോട്ട് ഇമ്പോർട്ടൻറ്റ് ഏരിയ നോക്കണം. നെക്സ്റ്റ് ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രൈ ഡോക്സ്. അപ്പോൾ ഡ്രൈ ഡോക്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ഗ്രേവിംഗ് ഓർ ഡ്രൈ ഡോക്ക്, ദെൻ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക്, മറൈൻ റെയിൽവേ ഡോക്ക്, ഷിപ്പ് ലിഫ്റ്റ് ഡ്രൈ ഡോക്ക് ആൻഡ് സ്ലിപ്പ് വേസ്. ഇങ്ങനെ 5 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഡ്രൈ ഓർ ഗ്രേവിംഗ് ഡോക്കിൽ ഒരു എ ഡ്രൈ ഡോക്ക് ഈസ് ഓൾസോ നോൺ ആസ് എ ഗ്രേവിംഗ് ഡോക്ക്. മെയിൻ ആയിട്ട് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ റിപ്പയറിംഗ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രേവ് യാർഡിന്റെ ആ ഒരു ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് ആ ഒരു നെയിം വരുന്നത്. എ ഡ്രൈ ഡോക്ക് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേവിംഗ് ഡോക്ക്. It is a long excavated chamber having side walls, a semicircular end wall and a floor. The open end of the chamber is provided with a gate and acts as the entrance to the dock. So, ആ ഒരു ഗ്രേവ് യാർഡിന്റെ ആ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ടാണ് ഗ്രേവിംഗ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അതിന്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ലോങ് എക്സ്കവേറ്റഡ് ചേംബർ ആയിരിക്കും, വലിയൊരു ചേംബർ. ദെൻ സൈഡ് വോൾസ്, അതുപോലെ ഒരു സൈഡിൽ സെമി സർക്കുലർ ഷേപ്പിലുള്ള ഒരു എൻഡ് വോൾ ഉണ്ടായിരിക്കും. ദെൻ ദർ ഇസ് എ ഫ്ലോർ. ദെൻ പിന്നെ അവിടെ ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഷിപ്പ് എൻട്രി ചെയ്യാനായിട്ട് വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ദെൻ ഷിപ്പ് എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അവിടെ വാട്ടർ ഒരു ഏരിയ, ആ ഒരു ഫിൽറ്റർ ഉണ്ടാവും. അല്ലെങ്കിൽ പമ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ വാട്ടർ കംപ്ലീറ്റ് അവിടുന്ന് ഇത് കളയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അത് റിപ്പയറിംഗ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമുക്ക് ഡ്രൈ ഏരിയ ആണ് ഡ്രൈ ഡോക്കിന്റെ ഉള്ളിൽ വേണ്ടത്. ദെൻ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് എന്ന് പറയുമ്പോൾ
It may be defined as a floating vessel which can lift ship out of water and retain it above water by means of its own buoyancy. It is a hollow structure made of steel or RCC consisting of two walls and a floor with the ends open. ഇത് നോക്കാം. ഇതിനാണ് ഗ്രേവിൻ ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സൈഡ് വോൾ ഉണ്ടാവും. ദെൻ ഒരു സൈഡിൽ രണ്ട് സൈഡ് ബോൾ ഉണ്ടാവും. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ സെമി സർക്കുലർ ഒരു ഷേപ്പിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഈ ഏരിയയിൽ നിന്ന് എന്താണ് ഗേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം എൻ്റർ ആവും. വെള്ളം എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ഷിപ്പിൽ അതിലേക്ക് നാവിഗേറ്റ് ചെയ്ത് വരാൻ പറ്റും. ദെൻ ഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കീൽ ബ്ലോക്ക് എല്ലാം ഷിപ്പ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് അത് പ്രോപ്പറായിട്ട് ആങ്കർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്താണ് വെള്ളം അവിടെ നിന്ന് പമ്പ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റെനൻസ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ ഫ്ലോട്ടിംഗ് വെസൽ which can lift the ship out of water and retain it above water by means of its own buoyancy. It is a hollow structure made of steel or RCC consisting of two walls and a floor with the ends open. രണ്ട് എൻഡും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. ഹോളോ സ്ട്രക്ചർ ആയിരിക്കും. സ്റ്റീൽ അതല്ലെങ്കിൽ RCC യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും. This is the example of floating dry dock. രണ്ട് സൈഡിൽ വോൾ ഉണ്ടാവും. പിന്നെ രണ്ട് സൈഡ് ഓപ്പൺ ആയിരിക്കും. പിന്നെ വരുന്ന മറൈൻ റെയിൽവേ ഡോക്ക് ആണ്. മറൈൻ റെയിൽവേ ഡോക്ക് ഓർ സ്ലിപ്പ് ഡോക്ക് എന്ന് പറയും. or slipway. It is an inclined railway extending from the shore well into the water as of there. From the shore well into the water as of there. Then the railway track is used to draw out a ship need to repair out of the water. വാട്ടറിൽ നിന്ന് ഇപ്പോൾ റിപ്പയറിംഗ് ഫെസിലിറ്റീസ് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ മറൈൻ റെയിൽവേ ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെയിൽവേ ട്രാക്ക് പോലെ ഇങ്ങനെ റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിലൂടെ ഇങ്ങനെ തള്ളിക്കൊണ്ടാണ് റോൾ ചെയ്തുകൊണ്ടാണ് വരുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മെയിൻ ആയിട്ട് രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഒരു ക്രാഡിലും ഉണ്ടാവും, ട്രാക്കും ഉണ്ടാവും. അപ്പോൾ ട്രാക്കിലൂടെ തള്ളിക്കൊണ്ട് വന്നിട്ട് ആ ക്രാഡിൽ പോലെ ഒരു ചെറിയ ഇപ്പോൾ ഫ്ലോട്ടിംഗ് വെസിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറിലേക്ക് എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് റിപ്പയറിംഗ് നടക്കുന്നത്. മറൈൻ റെയിൽവേ ഡോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മറൈൻ റെയിൽവേ ഓർ സ്ലിപ്പ് ഡോക്ക് എന്ന് പറയും. അതുപോലെ സ്ലിപ്പ് വേ എന്ന് പറയും. ഇറ്റ് ഈസ് ആൻ ഇൻക്ലൈൻഡ് റെയിൽവേ എക്സ്റ്റെൻഡിങ് ഫ്രം ദ ഷോർ വെൽ ഇൻ ടു ദ വാട്ടർ ആസ് ഓഫ് ദ. ഓക്കെ, അപ്പോൾ ഷോറിൽ നിന്ന് വാട്ടറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻക്ലൈൻഡ് റെയിൽവേ, അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. Then main purpose എന്ന് പറയുന്നത് railway track is used to draw out a ship needing repair out of the water. So this is marine rail dock. രണ്ട് കമ്പോണന്റ് ഓൾറെഡി പറഞ്ഞു. ട്രാക്ക് എന്ന് പറയുമ്പോൾ ഹെവി റെയിൽ സെക്ഷൻസ് ഉള്ളതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ക്രാഡിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റീൽ ആൻഡ് മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ ആൻ ഇൻക്ലൈൻഡ് ട്രാക്ക്. ആ ട്രാക്കിൽ നമുക്കിങ്ങനെ മുകളിലേക്ക് താഴ്ത്തവും പൊക്കവും ചെയ്യാം. അങ്ങനെ ടൈപ്പ് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ക്രാഡിൽ എന്ന് പറയുന്നത്. Then there is lift dry dock. ഫ്ലോട്ടിംഗ് ഡോക്ക് പറഞ്ഞ പോലെ തന്നെയുള്ളതാണ് ലിഫ്റ്റ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൺസ്ട്രക്റ്റഡ് പ്ലാറ്റ്ഫോം കേപ്പബിൾ ഓഫ് ബീയിങ് ലോവേർഡ് ഇൻ ടു ആൻഡ് റൈസ്ഡ് ഫ്രം വാട്ടർ. ഇപ്പോൾ വെള്ളത്തിൽ നമുക്ക് ഇങ്ങനെ താഴ്ത്തും അതുപോലെ തന്നെ ഇങ്ങനെ അത് പൊക്കുകയും ചെയ്യാം. അതാണ് ലിഫ്റ്റ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഷിപ്പിന് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഷിപ്പ് കയറി കഴിയുമ്പോൾ അത് പൊങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ലിഫ്റ്റ് ഡ്രൈ ഡോക്കിന്റെ ഓപ്പറേഷൻ വരുന്നത്.
അപ്പോൾ അതിന്റെ ആ ലോവറിംഗ് ആൻഡ് റേസിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ മീൻസ് ഓഫ് ഹൈഡ്രോളിക് പവർ അപ്ലൈഡ് ത്രൂ സിലിണ്ടേഴ്സ് supporting the ends of cross girders carrying the platform. So, lift dry dock is constructed a platform capable of being lowered into and raised from water. And അതുപോലെ ഷിപ്പ് ലിഫ്റ്റ് ഓൾസോ ഇതിന് വേണ്ടിയിട്ടാണ് വാട്ടറിൽ നിന്ന് ഷിപ്പിനെ ലിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. So as the name suggests, in the ship lift, the ships are lifted bodily out of water. The ship lifts may be either electric, hydraulic, or pneumatic. Slipway. Slipway already marine railway dock പറഞ്ഞ അതേ സെയിം തന്നെ കൺസെപ്റ്റ് ആണ് വരുന്നത് സ്ലിപ്വേസ് എന്ന് പറയുമ്പോൾ. So this technique is used for repairs as well as for building of vessels. So it consists of a inclined path of timber or stone laid on a firm ground. On this inclined path, a series of rails are fixed. അപ്പോൾ സെയിം മറൈൻ റെയിൽവേ dock ആ ഒരു സെയിം ഇത് തന്നെയാണ് വരുന്നത് സ്ലിപ്വേസ് എന്ന് പറഞ്ഞാലും. So here inclined path of a series of rails are fixed and the rails run up from a sufficient depth of water to the required height above the high water level to a point at which the longest vessel to accommodate is completely out of range of tide. The lower end of slip is tidal and open to the water. ഈ മറൈൻ റെയിൽവേ ഡോക്ക് പറഞ്ഞ പോലെ തന്നെ വാട്ടറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു റെയിൽവേ ആ ഒരു സ്ട്രക്ചറിനാണ് സ്ലിപ്പ് വേസ് എന്ന് കൂടെ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡോക്കിൽ വരുന്നത്. ഏറ്റവും ഓർത്തിരിക്കേണ്ട കാര്യം വെറ്റ് ഡോക്കും ഡ്രൈ ഡോക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഡോക്ക് എന്ന് പറയുമ്പോൾ ഡോക്ക് എന്ന് പറയുമ്പോൾ ഹാർബറിൽ വരുന്ന ഒരു കമ്പോണന്റ് ആണ് ഡോക്ക് എന്ന് പറയുന്നത്. ഹാർബറിന്റെ ഉള്ളിൽ തന്നെ വരുന്ന കമ്പോണന്റ് ആണ്. അപ്പോൾ അവിടെ കാർഗോയുടെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഫെസിലിറ്റീസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കാർഗോയുടെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, കാർഗോയുടെയും പാസഞ്ചേഴ്സിന്റെ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് വെറ്റ് ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വാട്ടർ ഏരിയ ആയിരിക്കും. ദെൻ ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മെയിൻ്റനൻസ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രൈ ഡോക്ക് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡ്രൈ ഡോക്കിന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ ഫസ്റ്റ് വൺ ഗ്രേവ് ഡ്രൈ ഡോക്ക് എന്ന് പറയും. അപ്പോൾ അതൊരു എന്താ ഡ്രൈ ഏരിയ ആണ്. അപ്പോൾ രണ്ട് സൈഡും 4 സൈഡിൽ 2 സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടും ഒരു സൈഡ് സെമി സർക്കുലർ ആയിട്ടും ദെൻ ഒരു സൈഡിൽ ഗേറ്റ് ആയിട്ടുമാണ് അത് വരുന്നത്. പിന്നെ വരുന്ന മറൈൻ റെയിൽവേ ഡോക്ക് ആണ്. അത് ഒരു റെയിൽവേ ഇതുപോലെ റെയിൽവേ ട്രാക്ക് പോലെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ അതിന് മെയിൻ ആയിട്ട് 2 കമ്പോണൻസ് ആണ് വരുന്നത്. ക്രാഡിലും അതുപോലെ തന്നെ ക്രെയിനും ആണ് വരുന്നത്. അപ്പൊ ക്രാഡിൽ എന്ന് പറയുമ്പോൾ ഒരു സോളിഡ് പ്ലാറ്റ്ഫോം ആണ് ഷിപ്പിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതുപോലെ പിന്നെ വാട്ടറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു റെയിൽവേ ട്രാക്ക് പോലത്തെ ഒരു സ്ട്രക്ചറും കൂടെ കാണും മറൈൻ റെയിൽവേ ഡോക്കിൽ. പിന്നെ വരുന്ന എക്സാമ്പിളിൽ മെയിൻ ആയിട്ട് പിന്നെ ആ മറൈൻ റെയിൽവേ ഡോക്ക് പോലെ തന്നെയാണ് നമ്മൾ സ്ലിപ്പ് ബേസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൊടുക്കാനുള്ള റീസൺ, ഇതിന്റെ എല്ലാം മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്, ഷിപ്പിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയാണ് ഡോക്കിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ എയർപോർട്ടാണ് വരുന്നത്. എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എയർപോർട്ട് പറയാം. ഫസ്റ്റ് ആണ് 2 ടൈപ്പ് ഉണ്ട്. ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ICAO. ICAO എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ദെൻ FAA എന്ന് പറഞ്ഞാൽ ഫെഡറൽ ഏവിയേഷൻ ഏജൻസി. അങ്ങനെ 2 ഇതിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആസ് പെർ ICAO ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ 2 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ റൺവേ ലെങ്ത് ആൻഡ് ബേസ്ഡ് ഓൺ ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ്. സോ ബേസ്ഡ് ഓൺ റൺവേ ലെങ്ത് എയർപോർട്ടിനെ A to E വരെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് റൺവേയുടെ ലെങ്ത്
ഓവർ 2100 മീറ്റർ ആണെങ്കിൽ എയർപോർട്ട് ടൈപ്പ് എയിൽ വരും. ദെൻ 2099 to 1500 ആണെങ്കിൽ ബി ടൈപ്പ് എയർപോർട്ട് ആയിരിക്കും. അതുപോലെ ഓരോ 499 to 900 ആണെങ്കിൽ സി ടൈപ്പ്. അങ്ങനെ ഓരോ റൺവേ ലെങ്ത്തിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന എയർപോർട്ടിനെ എ ടു ഇ വരെ 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇക്വലൻ സിംഗിൾ ലോഡിന്റെ കേസിലാണെങ്കിൽ 1 to 7 വരെ 7 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീൽ ലോഡിന്റെ ബേസിസിലും ടയർ പ്രഷറിന്റെ ബേസിസിലുമാണ് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഒരു ബി ടൈപ്പ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഒരു എ ടൈപ്പ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് അവിടുത്തെ റൺവേ ലെങ്ത് 2100 മീറ്റേഴ്സിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ അവിടുത്തെ പെർമനന്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 45 മീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. ICAO സിസ്റ്റം ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അതിന്റെ ബേസിസിലാണെങ്കിൽ 2 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ റൺവേ ലെങ്ത് ആൻഡ് ബേസ്ഡ് ഓൺ 2 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ബേസ്ഡ് ഓൺ റൺവേ ലെങ്ത് ആൻഡ് ബേസ്ഡ് ഓൺ ഇക്വലൻ സിംഗിൾ വീൽ ലോഡ്. ബേസ്ഡ് ഓൺ റൺവേ ലെങ്ത് ആണെങ്കിൽ എയർപോർട്ടിനെ എ ടു ഇ ആയിട്ട് 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ ബേസ്ഡ് ഓൺ ഇക്വലൻ സിംഗിൾ വീൽ ലോഡ് ആണെങ്കിൽ 1 to 7, അതായത് 7 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ സൈസ് ഓഫ് എയർക്രാഫ്റ്റ് ആണ്. സോ സൈസ് ഓഫ് എയർക്രാഫ്റ്റിൽ ഫ്യൂസിലേജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിന്റെ ലെങ്ത്തിന് പറയുന്നതാണ് ഫ്യൂസിലേജ് ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് എയർക്രാഫ്റ്റ് ഡിസൈഡഡ് ദ വൈഡനിങ് ഓഫ് ടാക്സിവേ ഓൺ കർവ്സ്, സൈസ് ഓഫ് ഏപ്രൺസ് ആൻഡ് ഹാങ്ങേഴ്സ്. അതൊക്കെ എന്താണെന്ന് പറയാൻ നമുക്ക് വരുമ്പോൾ ഫ്യൂസിലേജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ടോട്ടൽ ലെങ്ത്തിന് പറയുന്നതാണ് ഫ്യൂസിലേജ് ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ സൈസ് ഓഫ് എയർക്രാഫ്റ്റിൽ വരുന്നതാണ് ഗിയർ ട്രെഡ് ഓർ വീൽ ട്രെഡ് എന്ന് പറയുന്നത്. സോ ഗിയർ ട്രെഡ് ഓർ വീൽ ട്രെഡ് എന്ന് പറയുന്നത് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെയിൻ ഗിയർ ആൻഡ് ഇറ്റ് ഗവേൺസ് ദ മിനിമം ടേണിംഗ് റേഡിയസ് ഓഫ് ദ എയർക്രാഫ്റ്റ്. അപ്പോൾ ഗിയർ ട്രെഡ് എന്ന് പറയുന്നത് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെയിൻ ഗിയേഴ്സ്. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിന് മെയിൻ ഗിയറും നോസ് ഗിയറും ഉണ്ട്. അപ്പൊ വീലാണ് വരുന്നത്. വീലിനാണ് പറയുന്നത്. എയർക്രാഫ്റ്റിന്റെ ഫ്രണ്ടിൽ ഒരു വീല് കണ്ടിട്ടുണ്ട്, അതിനാണ് ആ നോസിന്റെ ആ ഒരു ഇതിൽ വരുന്നത്. ഓക്കെ, ആ എയർക്രാഫ്റ്റിന്റെ നോസിന്റെ അവിടെ വരുന്ന ആ ഒരു വീലിനാണ് നോസ് ഗിയർ എന്ന് പറയുന്നത്. അതുപോലെ എയർക്രാഫ്റ്റിന്റെ സെന്ററിലായിട്ട് വരുന്ന വീൽസ് ആണ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള 2 വീൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ്, മെയിൻ ഗിയർ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ഗിയർ ട്രെഡ് ഓർ വീൽ ട്രെഡ് എന്ന് പറയുന്നത്. ഇനി ഹൈറ്റ് ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഹൈറ്റ് വേണ്ടി വരുന്നത് ഇപ്പൊ എയർക്രാഫ്റ്റ് എടുത്ത് ക്ലോസ് ചെയ്ത് ഒരു ഏരിയയിലേക്ക് ഒരു സ്ട്രക്ചറിലേക്ക് എൻ്റർ ചെയ്യാന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അതിന്റെ സർവീസ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട്, സർവീസിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലേക്ക് കയറുക. അതല്ലെങ്കിൽ ഓപ്പൺ ഏരിയയിലാണ് നമ്മൾ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്തിടുന്നത്. അപ്പൊ ആ ഒരു ഹാങ്ങർ ഗേറ്റിന്റെ ഹൈറ്റ് വെച്ചിട്ടാണ് എയർക്രാഫ്റ്റിന്റെ ഹൈറ്റ് പറയുന്നത്. അപ്പൊ ഹാങ്ങർ എന്ന് പറയുന്ന ഏരിയ, എയർപോർട്ടിലെ ഹാങ്ങർ എന്ന് പറയുന്ന ഏരിയ എയർക്രാഫ്റ്റിന്റെ സർവീസ് ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. So height means it is beside the height of the hanger gate and other miscellaneous or installation inside the hanger. Then next one tail width. Tail width എന്ന് പറയുമ്പോൾ ഏറ്റവും ബാക്കിൽ വരുന്നത് helps in deciding the size of the air parking and apron. Size of the parking and apron. Tail width എന്ന് പറയുമ്പോൾ tailന്റെ അവിടെ വരുന്ന width ആണ് tail width എന്ന് പറയുന്നത്. Then wheel base എന്ന് പറഞ്ഞാൽ it decides the minimum radius of the taxiway. അപ്പോൾ സൈസ് ഓഫ് എയർക്രാഫ്റ്റ് മെയിൻ ആയിട്ട് എയർപോർട്ടിന്റെ ഡിസൈനിങ്ങിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ വീൽ ബേസ് ആണെങ്കിൽ ടാക്സിവേയുടെ മിനിമം റേഡിയസ് ഡിസൈഡ് ചെയ്യാനായിട്ടാണ് വീൽ ബേസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടെയിൽ വിഡ്ത്ത് ആണെങ്കിൽ ഇത് ഹെൽപ്സ് ഇൻ ഡിസൈഡ് ദ സൈസ് ഓഫ് ദ പാർക്കിംഗ് ആൻഡ് ഏപ്രൺ. ദെൻ ഹൈറ്റ് ആണെങ്കിൽ ഇത് ഡിസൈഡ് ദ ഹൈറ്റ് ഓഫ് ദ ഹാങ്ങർ ഗേറ്റ് ആൻഡ് അതർ മിസ്സലേനിയസ് ഇൻസ്റ്റലേഷൻ ഇൻസൈഡ് ദ ഹാങ്ങർ. അപ്പോൾ എങ്ങനെ ഈ എയർക്രാഫ്റ്റിന്റെ കമ്പോണൻസ് എങ്ങനെയാണ് എയർപോർട്ടിന്റെ ഫെസിലിറ്റീസ് ഡിസൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് എന്താണെന്ന് വെച്ചാൽ എയർക്രാഫ്റ്റിന്റെ ഹൈറ്റ് ആണ്. ടെയിൽ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബാക്കിലെ ടെയിലിന്റെ അവിടെ വരുന്ന വിഡ്ത്തിനാണ് ടെയിൽ വിഡ്ത്ത് എന്ന്
ഫ്യൂസലേജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിന്റെ ടോട്ടൽ ലെങ്ത്തിനാണ് ഫ്യൂസലേജ് ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ടാക്സിവേയുടെ കർവിൽ വരുന്ന വിഡ്ത്ത്, അതുപോലെ ഏപ്രന്റെ സൈസും ഹാങ്ങറിന്റെ സൈസും ഒക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ ഗിയർ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗവേൺസ് ദ മിനിമം ടേണിംഗ് റേഡിയസ് ഓഫ് ദ എയർക്രാഫ്റ്റ്. മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ ടാക്സിവേയിലേക്ക് ടേൺ ചെയ്യുന്നവർക്ക് വരുന്ന റേഡിയസ് ആണ് മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. റൺവേ ഉണ്ട് ടാക്സിവേ, അങ്ങനെ ഡിഫറെന്റ് കമ്പോണൻസ് ഉണ്ട് എയർപോർട്ടിൽ എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതിൽ റൺവേ എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റിന്റെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമാണ് റൺവേ എന്ന് പറയുന്നത്. റൺവേയിൽ വന്ന് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത ശേഷം പിന്നെ ടെർമിനൽ ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, അതല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു ഇടയ്ക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റൺവേയിൽ നിന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു റൺവേയിൽ നിന്ന് ഏപ്രണിലേക്ക് പോവാൻ, ഏപ്രൺ എന്ന് പറയുമ്പോൾ പാർക്കിംഗ് ഏരിയ ആണ്, പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അസസ്സാണ് ടാക്സി വേ എന്ന് പറയുന്നത്. അപ്പൊ ആ ടാക്സി വേയുടെ അവിടെ വരുന്ന ടേൺ ചെയ്യാനെടുക്കുന്ന ആ ഒരു റേഡിയസ്, അതിനെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഇതാണ് ഗിയർ ത്രെഡ് ഓർ വീൽ ത്രെഡ് എന്ന് പറയുന്നത്. പിന്നെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹാങ്ങർ എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിന്റെ സർവീസ് ഫെസിലിറ്റി, മെയിൻ്റനൻസ് ഫെസിലിറ്റീസിന് അല്ലെങ്കിൽ സർവീസിങ്ങിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ഹാങ്ങർ എന്ന് പറയുന്നത്. അപ്പൊ ഹാങ്ങർ ഗേറ്റിന്റെ ഹൈറ്റും അതുപോലെ അതിന്റെ ഉള്ളിൽ വരുന്ന ഇൻസ്റ്റലേഷനെയൊക്കെ ഡിസൈനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എയർക്രാഫ്റ്റിന്റെ ഹൈറ്റിന്റെ ബേസിസിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഫ്യൂസലേജ് ലെങ്ത് എന്താണെന്ന് ഓർത്തിരിക്കുക. ലെങ്ത് ഓഫ് എയർക്രാഫ്റ്റ് ആണ് ഫ്യൂസലേജ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എയർക്രാഫ്റ്റ് കപ്പാസിറ്റി ആണ്. അപ്പൊ എയർക്രാഫ്റ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് which will determine the number of passengers, baggage, cargo and fuel that can be accommodated in the aircraft. So terminal facilities are planned to receive the aircraft of the highest capacity likely to land. അത് എങ്ങനെയാണ് ഓരോ കമ്പോണൻസിന്റെ ഡിസൈനിനെ എയർക്രാഫ്റ്റിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് അഫക്ട് ചെയ്യുന്നതെന്ന് പറയും. നമുക്ക് അത്രയൊന്നും നോക്കണ്ട, ജസ്റ്റ് ഓരോന്നിന്റെയും ഡെഫിനിഷൻസ് ഓർത്തിരിക്കാം. എയർക്രാഫ്റ്റ് സ്പീഡ് രണ്ട് ടൈപ്പ് ആണ് പറയുന്നത്. എയർ സ്പീഡ് ഉണ്ട്, അതുപോലെ തന്നെ ക്രൂയിസ് സ്പീഡ്. എയർ സ്പീഡ് ഉണ്ട്, ഗ്രൗണ്ട് സ്പീഡ് ഉണ്ട്. എയർ സ്പീഡ് എന്ന് പറഞ്ഞാൽ എയറിൽ വരുന്ന ഒരു സ്പീഡാണ്. എയർ സ്പീഡ് ഈസ് യൂസ് ടു മീൻ ദ സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് റിലേറ്റീവ് ടു ദ മീഡിയം ഇൻ വിച്ച് ഇറ്റ് ഈസ് ട്രാവൽ. അപ്പൊ എയറിൽ വരുന്ന ഒരു സ്പീഡാണ് എയർ സ്പീഡ് എന്ന് പറയുന്നത്. ദെൻ ഗ്രൗണ്ടിൽ വരുമ്പോൾ അത് ലാൻഡ് ചെയ്തിട്ട് വരുന്ന സ്പീഡാണ്, അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന ഒരു സ്പീഡാണ് ഗ്രൗണ്ട് സ്പീഡ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് സ്പീഡ് വിച്ച് ഈസ് referred to as the cruising speed of the aircraft relative to the ground. The next characteristics എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് വെയിറ്റ് ആൻഡ് വീൽ അറേഞ്ച്മെന്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയിറ്റ്. അപ്പൊ മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് is the maximum load which the aircraft is certified to carry during takeoff and airport permits are designed for this load. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലോഡ്, ടേക്ക് ഓഫിന്റെ സമയത്ത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാക്സിമം ലോഡാണ് മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്. The next one, maximum structural landing weight. So maximum structural landing weight എന്ന് പറയുന്നത് it is the difference between the gross take off weight and the weight of fuel consumed during the trip. So gross take off weight എന്ന് പറഞ്ഞാൽ മാക്സിമം വെയിറ്റ് ക്യാരി ചെയ്യുന്ന മാക്സിമം വെയിറ്റ് ആണ്, ടേക്ക് ഓഫിന്റെ സമയത്ത് ക്യാരി ചെയ്യുന്ന മാക്സിമം വെയിറ്റ് ആണ് ഗ്രോസ് ടേക്ക് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഫ്യൂവൽ കൺസപ്ഷൻ മൈനസ് ചെയ്തിട്ടുള്ള വെയിറ്റ് ഓഫ് ഫ്യൂവൽ കൺസപ്ഷൻ മൈനസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിനാണ് മാക്സിമം സ്ട്രക്ചറൽ ലാൻഡിംഗ് വെയിറ്റ് എന്ന് പറയുന്നത്. Then operating empty weight. So the weight of an aircraft including crew and all necessary gear required for flight is known as operating empty weight, and it does not include payload and fuel. അപ്പോൾ payload എന്താണെന്ന് നെക്സ്റ്റ് നോക്കാം. Payload means it is the term, it is used to mean the total revenue producing load. അപ്പോൾ കാർഗോയുടെയും ബാഗേജിന്റെ ഒക്കെ ലോഡ് ആണ്, ടോട്ടൽ ലോഡ് വരുന്നതാണ് payload എന്ന് പറയുന്നത്. It is the total revenue producing load and it includes the weight of passenger and their baggage, mail and cargo. Definitions ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. Then zero fuel weight. It is the weight above which all additional weight must be fuel so that when the aircraft is in flight, the bending moment at the junction of the wing and fuselage does not become excessive.
Then fuel spilling. Fuel spilling എന്ന് പറഞ്ഞാൽ leakage of fuel ആണ് fuel spilling എന്ന് മീൻ ചെയ്യുന്നത്. Spilling of fuel and lubricants is usually found in the loading apron and hangers. അതാണ് അടുത്ത ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. പിന്നെ ജെറ്റ് ബ്ലാസ്റ്റ് എന്താന്ന് ഓർക്കുക. ജെറ്റ് ബ്ലാസ്റ്റ് മീൻസ് ഹൈ വെലോസിറ്റി സോറി എയർക്രാഫ്റ്റിൽ നിന്ന് ടെർബോജെറ്റ് ആൻഡ് ടെർബോപ്രോപ്പ്, അത് എഞ്ചിൻ എയർക്രാഫ്റ്റ്സ് ആണ്. ടെർബോജെറ്റ് ആൻഡ് ടെർബോപ്രോപ്പ് എയർക്രാഫ്റ്റ് എജെറ്റ് ഹോട്ട് എക്സ്ഹോസ്റ്റ് ഗ്യാസസ് അറ്റ് റിലേറ്റീവ്ലി ഹൈ വെലോസിറ്റി. അപ്പോൾ ഈ ഗ്യാസസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രക്ചറിനാണ് ജെറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോറി, അതിന് പറയുന്നതാണ് ബ്ലാസ്റ്റ് ഫെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ജെറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഫിനോമിന എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൽ നിന്ന് എജെറ്റ് ചെയ്യുന്ന ഹോട്ട് എക്സ്ഹോസ്റ്റ് ഗ്യാസസിനാണ്, ഹൈ വെലോസിറ്റിയിൽ എജെറ്റ് ചെയ്യുന്ന ഹോട്ട് എക്സ്ഹോസ്റ്റ് ഗ്യാസസിനാണ് ജെറ്റ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ജെറ്റ് ബ്ലാസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ ഫെൻസസിനാണ് ബ്ലാസ്റ്റ് ഫെൻസസ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. ജെറ്റ് ബ്ലാസ്റ്റിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് ബ്ലാസ്റ്റ് ഫെൻസസ്. Blast fences are available to serve as an effective measure for diverting the smoke ejected by the engine. So figure താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് മിനിമം സർക്കിളിംഗ് റേഡിയസ് എന്താണ്? മിനിമം സർക്കിളിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എയറിൽ സ്പേസിൽ എയർക്രാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള മിനിമം റേഡിയസിനാണ് മിനിമം സർക്കിളിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. എ സർട്ടൺ മിനിമം റേഡിയസ് ഇൻ സ്പേസ് ഇസ് റിക്വയർഡ് ഫോർ ദ എയർക്രാഫ്റ്റ് ടു ടേക്ക് എ സ്മൂത്ത് ടേൺ. ഇറ്റ് ഈസ് നോൺ ആസ് മിനിമം സർക്കിളിംഗ് റേഡിയസ്. അതുപോലെ തന്നെ മിനിമം ടേണിംഗ് റേഡിയസ് ഉണ്ട്. അത് ഗ്രൗണ്ടിൽ വരുമ്പോഴാണ് മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ടു നോ ദ minimum turning radius of an aircraft to decide the radius of taxiway and to determine its position in the landing apron and hangar. So minimum turning radius എന്ന് പറയുന്നത് it is the line joining the center of rotation with the tip of farther wing of the aircraft is known as minimum turning radius. അപ്പോൾ minimum turning radius കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എയർക്രാഫ്റ്റിന്റെ നോസ് ഗിയറും അതുപോലെ മെയിൻ ഗിയറും ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ നോസിന്റെ ഇവിടെ വരുന്ന ഈ വീലാണ് നോസ് ഗിയർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വൺ ഈസ് കോൾഡ് മെയിൻ ഗിയർ. അപ്പൊ മെയിൻ ഗിയറിന്റെ ഗിയർ ട്രെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു വിട്ടാണ് ഗിയർ ട്രെഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ സൈസ് ഓഫ് എയർക്രാഫ്റ്റിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഈ നോസ് ഗിയർ ഇവിടെ ഈ നോസ് ഗിയർ മാക്സിമം റൊട്ടേറ്റ് ചെയ്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനും ഇതിന്റെ സെന്ററും കൂടെ വരുമ്പോൾ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് മിനിമം ടേണിംഗ് റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ നോസ് ഗിയർ മാക്സിമം റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് അതിലൂടെ ഒരു ലൈൻ വരച്ച് ആ ലൈൻ ഈ ഗിയർ ട്രെൻഡിന്റെ മിഡിലൂടെ പോകുന്ന ആ ഒരു ആക്സിസ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് എയർക്രാഫ്റ്റിന്റെ ഫാർദസ്റ്റ് വിങ്ങിന്റെ എൻഡ് വരെയുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു റേഡിയസിനാണ് മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് മുതൽ ഇവിടെ വരെ ഇത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു റേഡിയസിനാണ് മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ടാക്സിവേയുടെ ഒക്കെ ഡിസൈനിന് വേണ്ടിയിട്ടാണ് മിനിമം ടേണിംഗ് റേഡിയസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. The line joining the minimum turning radius is the line joining the center of rotation with the tip of farther wing of the aircraft. Okay, line joining the center of rotation with the center of rotation എന്ന് പറഞ്ഞാൽ ആ നോസ് ഗിയർ മാക്സിമം റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ മെയിൻ ഗിയറിന്റെ ആ സ്ട്രേറ്റ് ലൈനിലൂടെ സ്ട്രേറ്റ് ലൈന് കോയിൻസൈഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതിനാണ് സെന്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ സെന്റർ ഓഫ് റൊട്ടേഷനിൽ നിന്ന് എയർക്രാഫ്റ്റിന്റെ ഫാർദർ വിങ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത് വെച്ചിട്ട് വരയ്ക്കുന്ന റേഡിയസ് ആണ് മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന നോയ്സ് റേഞ്ച്. നോയ്സ് എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു നോയ്സ്. പിന്നെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ദാറ്റ് ആൻ എയർക്രാഫ്റ്റ് ക്യാൻ ഫ്ലൈ വിത്തൗട്ട് റീഫ്യൂവലിംഗ് ഈസ് നോൺ ആസ് റേഞ്ച്. ഇതിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് എയർക്രാഫ്റ്റിൽ വരുന്നത്. റേഞ്ച് എന്താണെന്ന് ഓർത്തിരിക്കുക. ഡിസ്റ്റൻസ് ദാറ്റ് ആൻ എയർക്രാഫ്റ്റ് ക്യാൻ ഫ്ലൈ വിത്തൗട്ട്
റീഫ്യൂവലിംഗ്. പിന്നെ വരുന്ന ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡിസ്റ്റൻസ് ആണ്. സോ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഡിസ്റ്റൻസ് മെയിൻലി റൺവേയുടെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത്. അത് നമ്മൾ പറയുന്നുണ്ട്, ബേസിക് റൺവേ ലെങ്ത്തിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് പ്രൊപ്പൽഷൻ എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റിൽ വരുന്ന എഞ്ചിൻ ടൈപ്പ് പിസ്റ്റൺ എഞ്ചിൻ, ജെറ്റ് എഞ്ചിൻ, റോക്കറ്റ് എഞ്ചിൻ ഒക്കെയാണ്. So piston engine is used to operate at a low altitude with a moderate speed. Jet engine can move at a high altitude and at high forward speed. Rocket engine can operate at a high altitude or outside oxygen bearing atmosphere at extremely high speed. പിന്നെ വരുന്ന ടയർ പ്രഷർ ആൻഡ് കോൺടാക്ട് ഏരിയ. ടയർ പ്രഷർ എന്ന് പറയുമ്പോൾ the tire and the wheel load will give an indication of the width, tire and strength of permanent required for different types of aircraft. എയർക്രാഫ്റ്റിന്റെ ടയർ പ്രഷർ ആൻഡ് കോൺടാക്ട് ഏരിയ. കോൺടാക്ട് ഏരിയ എന്ന് പറയുമ്പോൾ വീലിലോട് ആക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ, അതാണ് കോൺടാക്ട് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പൊ എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഓർത്തിരിക്കേണ്ടത് മിനിമം സർക്കിളിംഗ് റേഡിയസ്, മിനിമം ടേണിംഗ് റേഡിയസ്, പിന്നെ ബ്ലാസ്റ്റ് ഫെൻസസ്, ജെറ്റ് ബ്ലാസ്റ്റ് പ്രിവെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ, ബ്ലാസ്റ്റ് ഫെൻസസ്, അങ്ങനെയുള്ള പിന്നെ എയർക്രാഫ്റ്റിന്റെ ലോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് ഓർത്തിരിക്കുക. പേ ലോഡ് എന്താണ്, മാക്സിമം ഗ്രോസ് ടണ്ണേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെഫിനിഷൻസ് ഓർത്തിരിക്കുക. ഇനി റൺവേ ഓറിയന്റേഷൻ ആണ്. ഏത് ഡയറക്ഷനിലാണ് റൺവേ പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് മെയിൻ ആയിട്ട് റൺവേ ഓറിയന്റേഷനിൽ പറയുന്നത്. ഇപ്പൊ റൺവേ ഓറിയന്റേഷനിൽ നമുക്ക് റൺവേ ഓറിയന്റേഷനിൽ വേണ്ട പ്രിലിമിനറി ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോപ്പോഗ്രഫിക്കൽ മാപ്പാണ്, അതുപോലെ വിൻഡിന്റെ ഡയറക്ഷൻ, ഫോഴ്സ് ആൻഡ് ഡ്യൂറേഷൻ കാര്യങ്ങളാണ് വേണ്ടത്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഹെഡ് വിൻഡ് ആൻഡ് ക്രോസ് വിൻഡ് ആണ് നോക്കുന്നത്. അപ്പൊ ഹെഡ് വിൻഡ് എന്താണെന്ന് വെച്ചാൽ the runway is usually oriented in the direction of the prevailing wind. ഏത് ഡയറക്ഷനിൽ നിന്നാണ് വിൻഡ് വരുന്നത് ആ ഒരു ഇതിന്റെ ബേസിസിലാണ് റൺവേ ഓറിയന്റ് ചെയ്യുന്നത്. ഇവിടെ ഹെഡ് വിൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ദ വിൻഡ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഹെഡ് ഓർ നോസ് ഓഫ് ദ എയർക്രാഫ്റ്റ് while it is landing or take off. അപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വിൻഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വിൻഡിനാണ് നമ്മൾ ഹെഡ് വിൻഡ് എന്ന് പറയുന്നത്. ഹെഡ് വിൻഡ് ഒരു ഓറിയന്റേഷൻ ഓഫ് റൺവേ അലോങ് ദ ഹെഡ് വിൻഡ് ഗ്രാൻഡ് ദ ഫോളോവിംഗ് ടു അഡ്വാൻറ്റേജസ്. രണ്ട് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഹെഡ് വിൻഡ് വെച്ചിട്ട് നമ്മൾ ഓറിയന്റേഷൻ ചെയ്യുമ്പോൾ വരുന്ന രണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ലാൻഡിങ്ങിന്റെ ടൈമിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണല്ലോ വിൻഡ് വരുന്നത്, അപ്പോൾ അതൊരു അഡീഷണൽ ബ്രേക്കിംഗ് എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ടേക്ക് ഓഫിന്റെ സമയത്താണെങ്കിൽ ലിഫ്റ്റ് വിങ്സിന് ഒരു ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും, ഒരു ത്രസ്റ്റ്, ഒരു അത് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹെഡ് വിൻഡിന്റെ ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്യണമെന്ന് പറയുന്നത്, ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്, റൺവേയുടെ ഡയറക്ഷൻ ഓറിയന്റ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രോസ് വിൻഡ് കമ്പോണൻസ് ഉണ്ട്. ക്രോസ് വിൻഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ട് സൈഡിൽ നിന്ന് വീശുന്ന ആ ഒരു വിൻഡിന്റെ ആ ഒരു കമ്പോണന്റിനാണ് ക്രോസ് വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റൺവേയുടെ കേസിൽ വരുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിന്റെ കേസിൽ വരുമ്പോൾ ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് ഒരു ത്രൂ ഔട്ട് ഇയറിൽ ഒരു വർഷം മുഴുവൻ എപ്പോഴും ഹെഡ് വിൻഡ് തന്നെ കിട്ടണമെന്നില്ല. ചില സമയങ്ങളിൽ എന്തായിരിക്കും സൈഡിൽ നിന്നൊക്കെ വിൻഡ് ബ്ലോ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ ക്രോസ് വിൻഡ് കമ്പോണന്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഓപ്പോസിറ്റ് വിൻഡ് പാരലൽ ടു ദ സെൻട്രൽ ലൈൻ ഓഫ് ദ runway throughout the year. So for some period of the year, at least the wind may blow, making some angle theta with the direction of the center line of the runway. Okay, ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണിത്. ഈ ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ട് റൺവേക്ക് ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ട് വിൻഡ് ബ്ലോ ചെയ്യാനുള്ള സ്റ്റേജസ്, അങ്ങനെ വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ റൺവേക്ക് നോർമൽ ആയിട്ട് വരുന്ന ഈ കമ്പോണന്റ് ആണ്. അപ്പോൾ നമുക്കത് വി സൈൻ തീറ്റ എന്ന് എഴുതാം. നോർമൽ ആയിട്ട് വരുന്ന ഈ കമ്പോണന്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ കമ്പോണന്റിനാണ് ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ക്രോസ് വിൻഡ് കമ്പോണന്റിന്റെ ഇന്റൻസിറ്റിയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ അവിടെ ആ വി സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റിനാണ് നമ്മൾ ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. സോ ഇഫ് ദിസ് കമ്പോണന്റ് ഈസ് ഇൻ എക്സസ് ഇറ്റ് വിൽ ഇന്ററപ്റ്റ് ദ സേഫ് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷൻ. So the orientation of the runway should be therefore such that the component, this crosswind component should be kept minimum. അതൊരു ലൈറ്റ് ആൻഡ് മീഡിയം വെയിറ്റ് എയർക്രാഫ്റ്റ് ആണെങ്കിൽ ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ് 25 km/h എന്നാണ് പറയുന്നത്. വാല്യൂ ഓർത്തിരിക്കുക. ഫോർ ലൈറ്റ് ആൻഡ് മീഡിയം വെയിറ്റ് എയർക്രാഫ്റ്റ് ദ ക്രോസ് വിൻഡ് കമ്പോണന്റ് ഷുഡ് നോട്ട് എക്സീഡ് 25 km/h. ഇനി വിൻഡ് കവറേജ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനോടെ വരുന്നുണ്ട്, ടേമോടെ വരുന്നുണ്ട്. വിൻഡ് കവറേജ് എന്ന് പറഞ്ഞാൽ
is the percentage of time in a year during which the crosswind component remains within the limit of kilometer per hour is called. അതായത് ആ 25 കിലോമീറ്റർ പെർ അവറിൽ ആ ഒരു നമുക്ക് ആ ക്രോസ്വിൻ കമ്പോണന്റ് കിട്ടുന്ന ആ ഒരു ടൈമാണ്, പെർസെൻറ്റേജ് ടൈമിനാണ് വിൻഡ് കവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ പെർസെൻറ്റേജ് ടൈം ഇൻ എ ഇയർ ഡ്യൂറിംഗ് വിച്ച് ദ ക്രോസ്വിൻ കമ്പോണന്റ് റിമെയിൻസ് വിത്തിൻ ദ ലിമിറ്റ് ഓഫ് കിലോമീറ്റർ പെർ അവർ ഈസ് കോൾഡ് വിൻഡ് കവറേജ് ഓഫ് ദ റൺവേ. അതൊരു റൺവേയുടെ കേസിലാണെങ്കിൽ ദ ഓറിയന്റേഷൻ ഓഫ് ദ റൺവേ ഷുഡ് ബി സച്ച് ദാറ്റ് ദ മിനിമം വിൻഡ് കവറേജ് അബൌട്ട് 95% ഈസ് ഒബ്റ്റൈൻഡ്. അത് 95% കിട്ടാൻ പാകത്തിന് വേണം റൺവേ ഓറിയന്റ് ചെയ്യാനായിട്ട്. വിൻഡ് കവറേജ് 95% കിട്ടുന്ന രീതിയിലായിരിക്കണം റൺവേ ഓറിയന്റ് ചെയ്യേണ്ടത്. പിന്നെ ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ റൺവേക്ക് നോർമൽ ആയിട്ട് വരുന്ന ആ ഒരു കമ്പോണന്റ് വിൻഡിനാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഹെഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ റൺവേക്ക് ഓപ്പോസിറ്റ് വരുന്നത്, അതായത് ലാൻഡിങ് ഓർ ടേക്ക് ഓഫ് ആ ഒരു ടൈമിൽ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ബ്ലോ ചെയ്യുന്ന ഒരു വിൻഡിനാണ് ഹെഡ് വിൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. എപ്പോഴും ഹെഡ് വിൻഡിന്റെ ആ ഒരു ഡയറക്ഷനിൽ റൺവേ ഓറിയന്റ് ചെയ്യണം എന്നാണ്. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ഇത് ത്രൂ ഔട്ട് ഇയർ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്രോസ് വിൻഡ് കമ്പോണന്റ് ഏറ്റവും മിനിമം ആയിരിക്കുന്ന രീതിയിലായിരിക്കണം റൺവേ ഓറിയന്റ് ചെയ്യേണ്ടത്. ക്രോസ് വിൻഡ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ പെർ അവറിൽ കൂടാൻ പാടില്ല. ദെൻ അതൊരു 95% ഒബ്റ്റെയിൻ ചെയ്യുന്ന, അതായത് വിൻഡ് കവറേജ് എന്ന് പറഞ്ഞാൽ ഈ 25 കിലോമീറ്റർ പെർ അവറിൽ ക്രോസ് വിൻഡ് കമ്പോണന്റ് ബ്ലോ ചെയ്യുന്ന ആ ഒരു പെർസെൻറ്റേജ് ഓഫ് ടൈമിനാണ് നമ്മൾ വിൻഡ് കവറേജ് എന്ന് പറയുന്നത്. ആ വിൻഡ് കവറേജ് 95% ഒബ്റ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം റൺവേ ഓറിയന്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ വിൻഡ് റോസ് ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. വിൻഡ് റോസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വിൻഡ് ഡേറ്റ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് വിൻഡ് റോസ് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഫോർ ദ എയർപോർട്ട് ദ ആവറേജ് വിൻഡ് ഡേറ്റ ഓഫ് 5 to 10 years period are collected and are represented graphically in the form of a chart as known as wind rose. So the graphical representation of wind data is called wind rose. Graphical representation of wind data is known as wind rose diagram. രണ്ട് ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. സോ ഇൻ ടൈപ്പ് 1 ഇറ്റ് ഷോയിങ് ദ ഡയറക്ഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദി വിൻഡ്. വിൻഡിന്റെ ഡയറക്ഷൻ ഡ്യൂറേഷൻ മാത്രം ഷോ ചെയ്യുന്ന ഒരു ഡയഗ്രത്തിന് വിൻഡ് റോസ് ഡയഗ്രത്തിനാണ് ടൈപ്പ് 1 വിൻഡ് റോസ് ഡയഗ്രം എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ വിച്ച് വിൽ ഷോ ദ ഡയറക്ഷൻ ഡ്യൂറേഷൻ ആൻഡ് ഇന്റൻസിറ്റിയോടെ പറയുന്നത്. ടൈപ്പ് 2 വിൻഡ് റോസ് ഡയഗ്രം ഷോയിങ് ദ ഡയറക്ഷൻ ഡ്യൂറേഷൻ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ വിൻഡ്. ഇനി അടുത്ത് വരുന്നത് ബേസിക് റൺവേ ലെങ്ത് ആണ്. സോ ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുമ്പോൾ സർട്ടൺ അസ്യൂംഡ് കണ്ടീഷനിൽ വരുന്ന റൺവേയുടെ ലെങ്ത്തിനാണ് നമ്മൾ ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ അസ്യൂംഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് മീൻ സീ ലെവലിലായിരിക്കണം. അതുപോലെ എയർപോർട്ടിന്റെ റെഫറൻസ് ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ദെൻ റൺവേ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലായിരിക്കണം റൺവേ ലെവൽ ചെയ്തിരിക്കുന്നത്. ദെൻ നോ വിൻഡ് ഈസ് ബ്ലോയിങ് ഓൺ റൺവേ. ദെൻ എയർക്രാഫ്റ്റ് ഈസ് ലോഡഡ് ടു ഇറ്റ്സ് full loaded capacity. No wind blowing en route to destination. എയറിലും no wind blowing ആ ഒരു ഇത് വരണം. Then en route temperature is standard. ഈ കണ്ടീഷൻസ് വരുന്നതാണ് ഈ certain ഇതൊരു assumed കണ്ടീഷൻസ് ആണ്. ഈ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ റൺവേയുടെ ലെങ്ത് പറയുന്നതിനാണ് ബേസിക് റൺവേ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ 3 ഫാക്ടർ ആണ്. എയർപോർട്ട് സിറ്റുവേറ്റഡ് മീൻ സീ ലെവലിലായിരിക്കണം എയർപോർട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ എയർപോർട്ടിന്റെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ദെൻ അതൊരു ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ വിത്തൗട്ട് ഗ്രേഡിയന്റ് ഒക്കെ ആയിട്ടായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു 3 കേസസ് ഇങ്ങനെ വന്നില്ലെങ്കിൽ നമ്മൾ അതിന് കറക്ഷൻ അപ്ലൈ ചെയ്തിട്ട് ബേസിക് റൺവേ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ബേസിക് റൺവേ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് റൺവേ ബേസ്ഡ് ഓൺ ഫോളോവിങ് അസ്യൂംഡ് കണ്ടീഷൻ. ആ കണ്ടീഷൻസ് ഏതാന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എയർപോർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മീൻ സീ ലെവൽ. Airport reference temperature is standard, that is 15 degrees Celsius. The runway is leveled in the longitudinal direction and there is no gradient. അതും കൂടെ വരുന്നുണ്ട് കേട്ടോ. Then no wind is blowing on runway. Aircraft is loaded to its full loading capacity. No wind is blowing en route to destination. En route temperature is standard. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ അതുപോലെ നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് ബേസിക് റൺവേ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്ഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി ഒരു എയർക്രാഫ്റ്റിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അതല്ലെങ്കിൽ ഒരു റൺവേയുടെ ലെങ്ത് ഡിറ്റർമിൻ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. നോർമൽ ലാൻഡിംഗ് കേസ്, നോർമൽ ടേക്ക് ഓഫ് കേസ് ആൻഡ് സ്റ്റോപ്പിംഗ് ഇൻ എമർജൻസി ഓർ എഞ്ചിൻ ഫെയിലിയർ കേസ്. ഈ 3
എയർക്രാഫ്റ്റിന്റെ ഈ 3 പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനോട് സ്റ്റഡി ചെയ്തിട്ട് വേണം റൺവേയുടെ ലെങ്ത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട്. നോർമൽ ലാൻഡിംഗ് കേസിൽ പറയുന്നത് അത് ജസ്റ്റ് ആ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കാം. നോർമൽ ലാൻഡിംഗ് കേസിൽ പറയുന്നത് ദ എയർക്രാഫ്റ്റ് ഷുഡ് കം ടു സ്റ്റോപ്പ് വിത്തിൻ 60% ഓഫ് ദ ലാൻഡിംഗ് ഡിസ്റ്റൻസ്. അപ്പൊ ടോട്ടൽ ലാൻഡിംഗ് ഡിസ്റ്റൻസിന്റെ 60% ആകുമ്പോഴത്തേക്കും അത് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അസ്യൂമിംഗ് ദാറ്റ് ദ പൈലറ്റ് മേക്സ് ആൻ അപ്രോച്ച് അറ്റ് ദ പ്രോപ്പർ സ്പീഡ് ആൻഡ് ക്രോസസ് ദ ത്രെഷോൾഡ് ഓഫ് ദ റൺവേ അറ്റ് ദ ഹൈറ്റ് ഓഫ് 50 മീറ്റർ. ഇതൊരു റൺവേ ആണെങ്കിൽ ആ റൺവേയുടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിന് പറയുന്നതാണ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. അതുപോലെ എൻഡിൽ നമ്മൾ ത്രഷോൾഡ് എന്ന് തന്നെ പറയും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എയർക്രാഫ്റ്റ് വരുവാണെങ്കിൽ അതൊരു 15 മീറ്റർ ഹൈറ്റിലാണ് ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ടോട്ടൽ ലാൻഡിംഗ് ഡിസ്റ്റൻസിന്റെ 60% ആകുമ്പോഴത്തേക്കും അത് റൺവേയിൽ തൊട്ടിരിക്കണം. അതാണ് റൺവേയിൽ ടച്ച് ചെയ്തിരിക്കണം. അതാണ് മീൻ ചെയ്യുന്നത്. നോർമൽ ലാൻഡിംഗ് കേസിൽ മീൻ ചെയ്യുന്നത്. സോ ദ എയർക്രാഫ്റ്റ് ഷുഡ് കം ടു സ്റ്റോപ്പ് വിത്തിൻ 60% ഓഫ് ദ ലാൻഡിംഗ് ഡിസ്റ്റൻസ് assuming that the pilot makes an approach at the proper speed and crosses the threshold of the runway at a height of 15 meter. അപ്പോൾ ആ കണ്ടീഷൻ ഓർത്തിരിക്കാം. ഇനി നോർമൽ ടേക്ക് ഓഫ് കേസിലാണെങ്കിൽ നോർമൽ ടേക്ക് ഓഫ് കേസ് എന്ന് പറയുന്നത് ഫോർ എ സ്പെസിഫിക് നോർമൽ ടേക്ക് ഓഫ് കേസ് ഫോർ എ സ്പെസിഫിക് വെയിറ്റ് ഓഫ് എയർക്രാഫ്റ്റ് ഈസ് 115% of the actual distance the aircraft uses to reach the height of 10.5 meter. അപ്പോൾ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് 10.5 മീറ്റർ ഹൈറ്റിൽ എത്താനുള്ള ഡിസ്റ്റൻസിന്റെ 115% ആണ് നോർമൽ ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ സ്റ്റോപ്പിംഗ് ഇൻ എമർജൻസി ഓർ എഞ്ചിൻ ഫെയിലിയർ കേസിൽ എയർക്രാഫ്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എഞ്ചിൻ ഫെയിലിയർ കാരണം അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സേഫ് ആയിട്ട് പോയി സ്റ്റോപ്പ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ വേണ്ടിയിട്ട് റൺവേയുടെ എൻഡിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ബേ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമോട് പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റോപ്പിംഗ് എമർജൻസി ഓർ എഞ്ചിൻ ഫെയിലിയർ കേസിൽ പറയുന്നത്. ഇനി ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ റൺവേയുടെ എൻഡിലായിട്ട് ക്ലിയർ വേ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് വേ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ക്ലിയർ വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയോടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ക്ലിയർ വേ എന്ന് പറയുന്നത് നമുക്ക് എയറിൽ കൊടുക്കും. അതുപോലെ വാട്ടർ ഏരിയ ആയിരിക്കും. അപ്പൊ ഈ ക്ലിയർ വേ എന്ന് പറഞ്ഞാൽ ആ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് പോയി കഴിയുമ്പോൾ അതിന് അവിടെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഏരിയക്കാണ് ക്ലിയർ വേ എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലിയർ വേയുടെ ലെങ്ത് എന്ന് പറയുന്നത് ദ ക്ലിയർ വേ ഷുഡ് നോട്ട് ബി മോർ ദാൻ 1/2 ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ലാൻഡിംഗ് ഓഫ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആ ഒരു കണ്ടീഷനോട് ഓർത്തിരിക്കുക കേട്ടോ. ദ ക്ലിയർ വേ ഷുഡ് നോട്ട് ബി മോർ ദാൻ 1/2 ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടേക്ക് ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ലാൻഡിംഗ് ഓഫ് ഡിസ്റ്റൻസ്. ഇനി ഞാൻ പറഞ്ഞു ബേസിക് റൺവേ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 3 കണ്ടീഷൻ വരുമ്പോൾ കറക്ഷൻ ഫോർ എലിവേഷൻ, കറക്ഷൻ അതുപോലെ തന്നെ ടെമ്പറേച്ചർ, എയർപോർട്ടിന്റെ സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെമ്പറേച്ചർ 15°C എന്ന് പറഞ്ഞു. അതുപോലെ ഗ്രേഡിയന്റ് ഒന്നുമില്ല, നോ ഗ്രേഡിയന്റ് എന്നുള്ള ആ ഒരു അസ്യൂംഡ് കണ്ടീഷൻസിലാണ് നമ്മൾ ബേസിക് റൺവേ ലെങ്ത് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഒരു കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കറക്ഷൻസ് അപ്ലൈ ചെയ്യണം. അപ്പൊ അത് ഏത് രീതിയിലാണ് കറക്ഷൻ കൊടുക്കേണ്ടതെന്നാണ് നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത്. അപ്പൊ ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഈ കറക്ഷൻസിന്റെ വാല്യൂസ്. അപ്പൊ നമുക്കൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ നാളെയും കൂടെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന്റെ ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഇനിയിപ്പോൾ ഈ എയർപോർട്ടിന്റെ കുറച്ച് കമ്പോണൻസും അങ്ങനെ എയർപോർട്ട് ലൈറ്റിംഗ്, എയർപോർട്ട് മാർക്കിംഗ് അങ്ങനെ ഒരു ടോപ്പിക്കും ഉണ്ട്. പിന്നെ അർബൻ പ്ലാനിങ്ങിന്റെ, ടൗൺ പ്ലാനിങ്ങിന്റെ കുറച്ച് തിയറി, അതും ജസ്റ്റ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ കാര്യങ്ങളാണ്. അപ്പൊ അത് വേഗം പറഞ്ഞു പോകാം. അപ്പൊ അത്രയും കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്ത് നാളെയും കൂടെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും. അതോടുകൂടി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് നോട്ടും അതനുസരിച്ച് ഞാനിപ്പോൾ എല്ലാം PPT, ചിലത് PPT, ചിലത് PDF ഒക്കെയല്ല തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ നാളത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ സെൻഡ് ചെയ്തേക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ ഫോൺ നമ്പർ ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാം. അത് കുഴപ്പമില്ല. നമ്പർ മിസ് നേരത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്സിലും നിങ്ങൾ ഇനി ഇത് ക്ലാസ് കേട്ട് റെക്കോർഡിംഗ് സെഷൻ ഒക്കെ എടുത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ക്ലാസ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡൗട്ട് ഉണ്ട്. അതുപോലെ ഞാൻ ഇന്നലെ കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്യുമ്പോഴൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എൻ്റെ നമ്പർ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ടെന്ന് മിസ് തന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ. അതിൽ വിളിച്ച് നമുക്ക് ഏത് സമയം വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.